കഴിഞ്ഞില്ല. വേറെ ഒന്ന്, ദൈവം മനുഷ്യർക്കിടയിൽ നടത്തുന്ന വിവേചനത്തെക്കുറിച്ച്, തന്റെ സൃഷ്ടികളായ മനുഷ്യർക്ക് തന്നെ ആരാധിക്കുന്നിടത്ത് പോലും ദൈവത്തിന് വിവേചനം കാണിക്കുന്നുണ്ട്. ബൈബിൾ പറയുന്നുണ്ട്. ലേവ്യ പുസ്തകത്തിന്റെ 21-ാം അധ്യായത്തിലെ 16 മുതൽ 20 വരെയുള്ള വചനങ്ങൾ അവിടെ രേഖപ്പെടുത്തുന്നത്, യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ അഹരോനോട്, അഹരോൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുന്ന ഹാറൂൻ നബിയാണ്, അഹരോനോട് പറയേണ്ടത് എന്തെന്നാൽ, നിന്റെ സന്തതിയിൽ അംഗഹീനനായവൻ നിന്റെ ദൈവത്തിന്റെ ഭോജനം അർപ്പിപ്പാൻ ഒരിക്കലും അടുത്തു വരരുത്. അംഗഹീനനായ യാതൊരുത്തനും അടുത്തു വരരുത്. കുരുടൻ, മുടന്തൻ, പതിമൂക്കൻ, അധികാങ്ങൻ, കാലൊടിഞ്ഞവൻ, കയ്യൊടിഞ്ഞവൻ, ഇതൊരു വേദഗ്രന്ഥാണ്, കൂനൻ, മുണ്ടൻ, പൂക്കണ്ണൻ, ചൊറിയൻ, പൊരിച്ചൊണങ്ങൻ, ഷണ്ടൻ എന്നിങ്ങനെയുള്ളവരും അരുത്. ലേവ്യ പുസ്തകത്തിൽ 21-ാം അധ്യായത്തിലെ 16 മുതൽ 20 വരെയുള്ള വചനങ്ങൾ. അംഗവൈകല്യമുള്ളവർ ആരാധന അർപ്പിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വരരുത്. ഷണ്ടനോ ചിഹ്നനോ യഹോവയുടെ സഭയിൽ പോലും പ്രവേശിക്കരുത് എന്നാണ് ആവർത്തന പുസ്തകത്തിൽ 23-ാം അധ്യായം ആരംഭിക്കുന്നത് തന്നെ. ഈ രീതിയിൽ തന്റെ സൃഷ്ടികളോട് ക്രൂരമായി, അസഹിഷ്ണുവായി, തത്വദീക്ഷയില്ലാതെ പെരുമാറുന്നവർ ദൈവത്തിന്റെ അനുയായികളാണ്. അള്ളാഹുവിനെ കുറിച്ച് അഹങ്കാരി എന്ന ആരോപണം പറഞ്ഞു നടക്കുന്നത്. ഇനി നോക്ക്, അതിലേറെ വേറെ ഒന്ന്, മുസ്ലിം സമുദായത്തിന്റെ വിശ്വാസം എന്താണെന്ന് കൃത്യമായി അറിയാവുന്ന, ബിദഈകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആശയങ്ങൾക്ക് മുസ്ലിം സമുദായത്തിന്റെ ഇടയിൽ വിലയില്ല എന്നറിയുന്ന ഫാദർമാർ, പുരോഹിതന്മാർ തന്നെ ബിദഈകളുടെ ആരോപണങ്ങൾ, അവരുടെ വ്യാഖ്യാനങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് മുസ്ലിമീങ്ങൾ അള്ളാഹുവിന് കയ്യും കാലുമുണ്ടെന്നും അവന്റെ മുഖം നശിച്ചു പോകുമെന്നും ഒക്കെ പറയുന്ന ക്ലിപ്പുകൾ അത് നോക്കാം. ജെറി തോമസ് സംസാരിക്കും, നമുക്ക് കേൾക്കാം. എന്നാൽ ഖുർആന്റെ ഉപദേശം എന്താണ്? ഖുർആന്റെ ഉപദേശത്തിലേക്ക് വരുമ്പോൾ അവിടെ ആകെ ഒരു സംശയമാണ്. ജനാബ് അക്ബർ മൗലവി ഒരു കാലത്ത് പഠിപ്പിച്ചുകൊണ്ടിരുന്നു, അള്ളയ്ക്ക് ജഡമുണ്ടെന്ന് പറയുന്നവൻ അവൻ അവിശ്വാസിയാണ്, അവൻ കാഫറാണ്, അത് ജാതികീയ ചിന്തയാണ് എന്ന് ജനാബ് അക്ബർ മൗലവി ഈ കേരളത്തിൽ ഒരു കാലത്ത് പഠിപ്പിച്ചിരുന്നുവെങ്കിൽ, അതേ ജനാബ് അക്ബർ മൗലവി തന്നെ ഇന്ന് പറയുന്നത് അള്ളയ്ക്ക് കൈയുണ്ട്, കാലുണ്ട്, ശരീരമുണ്ട്, ശിരസ്സുണ്ട്, സിംഹാസനമുണ്ട്. എന്താണ് കാരണം? അന്ന് ജനാബ് അക്ബർ മൗലവി പറഞ്ഞത് ഖുർആന്റെ അടിസ്ഥാനത്തിലാണ്. ഇന്ന് ജനാബ് അക്ബർ മൗലവി പറയുന്നതും ഖുർആന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. സൂറ കാലികൾ 6ന്റെ 102 മുതൽ 103 വരെയുള്ള വാക്യങ്ങളിലും സൂറ കൂടിയാലോചന 42ന്റെ 51-ാം വാക്യത്തിലും അല്ലാഹു അദൃശ്യനാണ് എന്നുള്ളൊരു ധ്വനി നമുക്ക് കിട്ടുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ജനാബ് അക്ബർ മൗലവി പണ്ടൊരിക്കൽ പറഞ്ഞത് അള്ളയ്ക്ക് ദൃശ്യമായ ഒരു രൂപമില്ല. എന്നാൽ സൂറ 10ന്റെ 3-ാം വാക്യത്തിൽ അല്ലാഹു സിംഹാസനത്തിൽ ഇരിക്കുന്നു. സൂറ 55ന്റെ 26 മുതൽ 27 വരെയുള്ള വാക്യത്തിൽ അല്ലാഹുവിനൊരു മുഖമുണ്ട്. സൂറ 48ന്റെ 10 അള്ളയ്ക്ക് കൈയുണ്ട്. സൂറ 20ന്റെ 36 മുതൽ 39 വരെയുള്ള വാക്യങ്ങളിൽ അല്ലാഹുവിന് കണ്ണുകളുണ്ട്. ഒരു കാലത്ത് ജനാബ് അക്ബർ മൗലവി ഇതൊക്കെ ആലങ്കാരികമാണ് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ, ഇന്ന് അതേ ജനാബ് അക്ബർ മൗലവി പറയുന്നത് ആലങ്കാരികമായി നമുക്ക് വ്യാഖ്യാനിക്കുവാൻ കഴിയില്ല, ഇത് അക്ഷരാർത്ഥത്തിൽ തന്നെ വിശ്വസിക്കണമെന്നാണ്. ജനാബ് അക്ബർ മൗലവിക്ക് അല്ലാഹുവിന് ദൃശ്യമായ ഒരു രൂപമുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ 2 കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് 2 ഉത്തരമാണ് ബൈബിളിന്. ജനാബ് അക്ബർ മൗലവിയുടെ ഇന്നത്തെ വ്യാഖ്യാന ശാസ്ത്രം എടുക്കുകയാണെങ്കിൽ ജനാബ് അക്ബർ മൗലവി പറയുന്നത് ഇതെല്ലാം നാം അക്ഷരാർത്ഥത്തിൽ തന്നെ ഖുർആനിൽ നിന്ന് വായിക്കണമെന്നാണ്. കഷ്ടമെന്ന് പറയട്ടെ, ജനാബ് അക്ബർ മൗലവിയുടെ വ്യാഖ്യാന ശാസ്ത്രം നാം അതേപോലെ എടുക്കുകയാണെങ്കിൽ സൂറ 28ന്റെ 88 പറയുന്നത് അല്ലാഹുവിന്റെ മുഖമൊഴികെ സകലവും നശിച്ചു പോകും. അള്ളയുടെ കൈകാലുകൾ നഷ്ടപ്പെട്ട്, അള്ളയുടെ ദേഹം ശിരസിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ട് മുഖം മാത്രമായി ജനാബ് അക്ബർ മൗലവി പറയുന്ന എല്ലാം നമ്മൾ അങ്ങ് അക്ഷരാർത്ഥത്തിൽ വ്യാഖ്യാനിക്കണമെന്നാണ്. അതുകൊണ്ട് അക്ഷരാർത്ഥത്തിൽ വ്യാഖ്യാനിക്കുന്നുവെന്നേ ഉള്ളൂ. ജനാബ് അക്ബർ മൗലവിയുടെ അതേ വ്യാഖ്യാന ശാസ്ത്രം എടുക്കുകയാണെങ്കിൽ ഏറ്റവും അവസാനം അല്ലാഹു ശിരസിൽ നിന്ന് ഉടൽ വിച്ഛേദിക്കപ്പെട്ട് കൈകാലുകൾ നഷ്ടപ്പെട്ടവനായി മുഖം മാത്രമായി ശേഷിക്കുന്ന ഏതോ ഒരു ആത്മാവാണ്. ഇത് നമ്മുടെ ദൈവം അല്ലേ? അപ്പൊ അല്ലാഹുവിന് കൈയുണ്ട്, കാലുണ്ട്,
മുഖമുണ്ട്. അക്ബർ സാഹിബ് പറയുന്ന ആശയത്തിന് മുസ്ലിം സമുദായത്തിന്റെ ഇടയിൽ വിലയില്ല എന്ന് പലതവണ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ജെറി ഇത് പറയുന്നത് എന്തിനാന്ന് നിങ്ങൾക്കറിയോ? മുസ്ലിം സമുദായത്തിന്റെ ദൈവം ഇങ്ങനെയാണ് തന്റെ ഓഡിയൻസിനെ പഠിപ്പിക്കാൻ. വാസ്തവവിരുദ്ധമായ ഒരു ആശയത്തെ, ഒരു സന്ദേശത്തെ തന്റെ സമൂഹത്തിന് കൈമാറാൻ വേണ്ടി വിവരമില്ലാത്ത പാവപ്പെട്ട പാമരരായ ജനങ്ങളെ വഞ്ചിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഇത് പറയുന്നത്. വാസ്തവത്തിൽ മുസ്ലിമീങ്ങളുടെ വിശ്വാസപ്രകാരം അങ്ങനെയാണോ ഉള്ളത്? ഏത് ഭാഷയിലാണ് അലങ്കാരിക പദമില്ലാത്തത്? യദുല്ലാഹി എന്ന് പറയുമ്പോഴേക്ക് അള്ളാഹുന്റെ കൈയാണെന്ന് അർത്ഥം വെക്കാൻ ആധികാരികമായ ഏതെങ്കിലും ഒരു തഫ്സീറിന്റെ പിൻബലം നിങ്ങൾക്കുണ്ടോ? ഞങ്ങൾ ഇത് പറയുമ്പോൾ നിങ്ങൾ പറയും അക്ബർ സാഹിബ് പറഞ്ഞതുകൊണ്ടാണ്. ഒരു ഉപ്പാക്ക് 5 മക്കളുണ്ട് നോക്കുക. ആ 5 മക്കളിൽ ഒരാൾ തന്റെ അയൽവാസിയോട് ശണ്ട കൂടിയപ്പോ ആ അയൽവാസി തിരിച്ച് നിന്റെ ഉപ്പ കള്ളനാണ്, നിന്റെ ഉപ്പ വ്യഭിചാരിയാണ്, നിന്റെ ഉപ്പ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ കുറെ തിരിച്ചാരോപണങ്ങൾ പറയാം. മറ്റു 4 മക്കൾ നിന്നിങ്ങനെ കേൾക്കുമ്പോ അവരോട് പറയാം ഞങ്ങളൊപ്പാനല്ല കേട്ടോ പറയുന്നത്, ഇയാള് പറഞ്ഞതുകൊണ്ട് ഇയാളൊപ്പാനെന്ന് പറയുന്നത്. അത് കേട്ടു നിൽക്കാൻ മാത്രം ബുദ്ധിയില്ലാത്തവരാണ് ഞങ്ങളെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? വിശുദ്ധ ഖുർആനും പരിശുദ്ധ ഇസ്ലാമും മുന്നോട്ട് വെക്കുന്ന ആശയാദർശങ്ങളെ ബോധപൂർവം വളച്ചൊടിക്കുന്നത് കാണുമ്പോൾ പ്രതികരിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിന്റെ യദ് എന്നും വജ്ഹ് എന്നും ഒക്കെയുള്ള പദപ്രയോഗങ്ങൾ വന്നിട്ടുള്ളത് ആലങ്കാരികമാണ്. ഒരാളെ സംബന്ധിച്ച് നാട്ടിൽ ചെറിയൊരു കേസുണ്ട്. അപ്പൊ ഒരു രാഷ്ട്രീയക്കാരനെ സമീപിച്ച് അവനോട് പറയാം. കാരണം എന്താ? അവന് നല്ല ഹാൻഡ് ഉണ്ട്. നല്ല ആനക്കുട്ടിന്റെ അത്ര വലിയ ഹാൻഡ് ഉണ്ട് അതിന്റെ അർത്ഥം അങ്ങനെയാണോ? അദ്ദേഹത്തിന്റെ അധികാര സ്വാധീനത്തെ കുറിച്ചല്ലേ നമ്മൾ പരാമർശിക്കുന്നത്? ഭാരത മാതാവ് എന്ന് പറയുമ്പോഴേക്ക് ആ മാതാവ് എവിടെയും ചോദിച്ച് ടോർച്ചടിച്ച് തെരുവിൽ തെരഞ്ഞു നടക്കാറുണ്ടോ ക്രിസ്ത്യൻ പുരോഹിതന്മാർ? ആഡംസ് ആപ്പിൾ എന്ന് കേൾക്കുമ്പോ ആദാമിന്റെ പഴം എവിടെയെന്ന് തെരഞ്ഞെടുക്കാറുണ്ടോ? അത് നിങ്ങളുടെയും എന്റെയൊക്കെ ശരീരത്തിന്റെ ഭാഗമായ കണ്ടമുഴയുടെ പേരല്ലേ ആഡംസ് ആപ്പിൾ? ഇബ്നു സബീൽ എന്ന് പറഞ്ഞാൽ റോഡ് പ്രസവിച്ച കുട്ടിയെന്നല്ലല്ലോ അർത്ഥം, യാത്രക്കാരൻ എന്നല്ലേ? ഏത് ഭാഷയിലാണ് അലങ്കാരിക പദപ്രയോഗങ്ങളില്ലാത്തത്? വിശുദ്ധ ഖുർആനിൽ യദ് എന്ന് പ്രയോഗിച്ചിട്ടുള്ളത് അള്ളാഹുവിന്റെ അധികാരത്തെ കുറിച്ചാണ്. വജ്ഹ് എന്ന് പ്രയോഗിച്ചിട്ടുള്ളത് പലപ്പോഴും അള്ളാഹുവിന്റെ അസ്തിത്വത്തെ, അവന്റെ നെസസറി ബീങ്, വാജിബുൽ വുജൂദ്, കേവല അസ്തിത്വത്തെ, കേവല ഉണ്മയെ കാണിക്കാനാണ്. മറ്റു പലപ്പോഴും അവന്റെ തൃപ്തിയെ, അനുഗ്രഹത്തെ, സന്തോഷത്തെ കാണിക്കാനാണ്. നിങ്ങൾ എന്തെങ്കിലും നന്മ ചെയ്യുന്നുവെങ്കിൽ അതിന്റെ ഗുണം നിങ്ങൾക്ക് തന്നെ. അള്ളാഹുവിന്റെ വജ്ഹിനെ കാംക്ഷിച്ചുകൊണ്ടല്ലാതെ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ തൃപ്തി പ്രതീക്ഷിച്ചു കൊണ്ടല്ലാതെ എന്നാണ് അർത്ഥം. അന്ത്യനാളിൽ സകലതും നശിച്ചു പോകുമ്പോൾ അള്ളാഹുവിന്റെ വജ്ഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദാത്ത്, അള്ളാഹു മാത്രം ശേഷിക്കും എന്നാണ് അർത്ഥം. ഒരു വേദഗ്രന്ഥത്തെ സമീപിക്കുമ്പോ ആ വേദഗ്രന്ഥത്തിനെ വ്യാഖ്യാനിക്കേണ്ടത് നമ്മുടെ തന്നിഷ്ടപ്രകാരമല്ല, ഇത്തിരിയൊക്കെ പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടി ആ വേദഗ്രന്ഥം വിശ്വസിക്കുന്ന, അതിന്റെ ആധികാരികമായി അതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ള പണ്ഡിതന്മാർ എന്ത് പറഞ്ഞു എന്നതിനെ ആധികാരികമായി സ്വീകരിച്ചുകൊണ്ടാവണം. അല്ലാതെ അറബി ഭാഷ പോലും അറിയാതെ, അറബിയുടെ ബാലബോധങ്ങൾ പോലും പഠിക്കാതെ വെറുതെ ആരോപണങ്ങൾ മാത്രം ഉന്നയിക്കുന്നത് ക്ഷന്തവ്യമായിരിക്കില്ലെന്ന് മാത്രം ഓർമ്മപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം വലിയൊരു ആരോപണം, മുസ്ലിമീങ്ങളുടെ അള്ളാഹുവിനെ പിടിച്ചിട്ടാണ് ഇപ്പൊ പരിപാടി മുഴുവൻ. മുസ്ലിമീങ്ങളുടെ അള്ളാഹു എന്ന് പറഞ്ഞാൽ അതൊരു ദേവന്റെ പേരാണ് എന്ന് പറഞ്ഞ് വരുത്തി തീർക്കാനുള്ള ശ്രമം. ബ്രിട്ടീഷുകാരിറക്കുന്ന ഒരു ഡിക്ഷണറി ഉണ്ട്, ഓക്സ്ഫോർഡ് ഡിക്ഷണറി. അതിൽ അള്ളാഹു എന്നതിന് അർത്ഥം കൊടുത്തിരിക്കുന്നത് ഗോഡ് ഓഫ് മുസ്ലിംസ് എന്നാണ്, മുസ്ലിമീങ്ങളുടെ ദൈവം. അമേരിക്കയിൽ നിന്ന് പുറത്തിറക്കിക്കൊണ്ടിരിക്കുന്ന അത് മറ്റൊരു ക്രിസ്ത്യൻ രാജ്യമാണ്, വെബ്സ്റ്റേഴ്സ് ഡിക്ഷണറി ഉണ്ട്. അതിനും പരിചയപ്പെടുത്തിയിരിക്കുന്നത് അള്ളാഹു എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ ദൈവം എന്നാണ്. ഇത് അവരുടെ ഒരു ഗൂഢമായ അജണ്ട. അള്ളാഹു എന്ന് പറഞ്ഞാൽ അത് മുസ്ലിങ്ങളുടെ മാത്രം ഒരു കുലദൈവമാണ്, എല്ലാവരുടെയും ദൈവമായ ദൈവത്തിനെ യഹോവയാണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തൽ അവരുടെ ഒരു ആവശ്യമാണ്. അതിനുവേണ്ടി ഇങ്ങോട്ട് അദ്ദേഹം ഇപ്പൊ വിശുദ്ധ ഖുർആനിന് തെളിവ് തേടി നടക്കുക. അങ്ങനെ അഫറഅയ്തുമുല്ലാത്ത വൽ ഉസ്സ എന്ന ആയത്തെടുത്താണ്ട് അവിടെ അല്ലാത്ത എന്ന് പറയുന്നത് അള്ളാഹു എന്ന പദത്തിന്റെ സ്ത്രീലിംഗ രൂപമാണ്.
അപ്പൊ അള്ളാഹു എന്ന പുരുഷലിംഗമാണ്. അപ്പൊ ഒരു ദേവൻ ദേവത എന്ന സ്വരത്തിലാണ്. നോക്കി നിങ്ങൾ ജെറി തോമസ് പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാം. എന്നാൽ പ്രിയ സ്നേഹിതരെ, അള്ളാഹുവിന്റെ പേരിന് എന്തോ ചില പ്രത്യേകതകളും എന്തോ ചില യുണീക്നെസ്സും ഉണ്ടെന്നാണ് സാധാരണയായി ദാവാ പ്രാസംഗികർ, സക്കീർ നായക്കിനെ പോലെയുള്ള ദാവാ പ്രാസംഗികർ പറയുന്നത്. അവർ പറയുന്നത് അള്ളാഹുവിന്റെ പേരിന് സ്ത്രീലിംഗമില്ല. ആര് പറഞ്ഞു? ഇബൻ കത്തീർ ഞാനത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ വ്യാഖ്യാതാവായ ഇബൻ കത്തീറിന്റെ തഫ്സീറിൽ സൂറ 53 19 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ ഇബൻ കത്തീർ പറയുന്നത് അല്ലത്ത് എന്ന് പറയുന്നത് അള്ളയുടെ സ്ത്രീലിംഗ പേരാണ്, ഫെമിനൈൻ ഫോമാണ്. അള്ളാഹുവിന്റെ പേര് ദൈവമെന്ന് പറയുന്നത് പോലെ, ദേവതകളെന്ന് പറയുന്നത് പോലെ. വാസ്തവത്തിൽ എന്താണ് ഇബ്നു കസീർ പറഞ്ഞിട്ടുള്ളത്? ഇബ്നു കസീർ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞത്. ഇബ്നു കസീറിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ അദ്ദേഹത്തിന്റെ കൈവശമുണ്ടാവും. പക്ഷെ ആ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ പോലും പൂർണ്ണമായി വായിക്കാതെ പകുതി മറച്ചു വെച്ച് കള്ളത്തരം കാണിച്ചുകൊണ്ടാണ് ജെറി തോമസ് വായിച്ചതെന്ന് പരസ്യമായി പറയേണ്ടി വരുന്നത് ഞങ്ങൾക്ക് വേദനയുണ്ട്. നിങ്ങളുടെ ഓഡിയൻസിനെ സംതൃപ്തിപ്പെടുത്താൻ അല്ലേ? ഇബ്നു കസീർ എന്ന പണ്ഡിതൻ ഇബ്നു ജരീർ എന്ന പണ്ഡിതനെ ഉദ്ധരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. എന്നിട്ട് ഇബ്നു ജരീർ പറയുന്നത് മക്ക മുശ്രിക്കുകളായ ആളുകൾ ലാത്ത എന്ന പേരിനെ അള്ളാഹുവിന്റെ പേരിൽ നിന്ന് എടുത്തതാണ്, ആദത്തമായ പദമാണ് എന്ന് അവർ പറയാറുണ്ടായിരുന്നു. ഫഖാലു, അങ്ങനെയാണ് അല്ലാത്ത് ലാത്ത എന്നവർ പ്രയോഗിച്ചത്. യഅനൂന മുഅന്നസതൻ മിൻഹു, അള്ളാഹു എന്ന പദപ്രയോഗത്തിന്റെ സ്ത്രീലിംഗ പദപ്രയോഗം ആയിട്ട് മക്ക മുശ്രിക്കുകൾ അങ്ങനെ പ്രചരിപ്പിക്കാറുണ്ടായിരുന്നു. അങ്ങനെ അവർ ലാത്ത എന്ന് പ്രയോഗിക്കാറുണ്ടായിരുന്നു. ഇത് മക്ക മുശ്രിക്കുകളുടെ അഭിപ്രായമാണ്. മക്കക്കാരായിരുന്ന ബഹുദൈവ വിശ്വാസികൾ സ്വീകരിച്ചിരുന്ന പ്രവൃത്തിയെ കുറിച്ചാണ് ഇവിടെ പരാമർശം. ഇത് കഴിഞ്ഞിട്ട് ഇബ്നു കസീർ തന്റെ അഭിപ്രായം എന്താണെന്ന് വളരെ വ്യക്തമായി അവിടെ രേഖപ്പെടുത്തി. തആലല്ലാഹു അൻ ഖൗലിഹിം ഉലുവൻ കബീറാ, അവരുടെ ഈ വാദത്തെ തൊട്ട് എത്രയോ പരമോന്നതനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇവിടെ വളരെ വ്യക്തമായി വിശുദ്ധ ഖുർആൻ പരാമർശിച്ച അല്ലാഹു എന്നത് ലാത്ത എന്ന പദപ്രയോഗത്തിന്റെ ഒരു പുരുഷലിംഗ പദം ആയിട്ടല്ല, മറിച്ച് അല്ലാഹു എന്ന പദപ്രയോഗം മറ്റേത് ഭാഷയിലും യഥാർത്ഥ ദൈവത്തിന് നൽകിയിട്ടുള്ള പദപ്രയോഗത്തിൽ നിന്ന് എത്രയോ ഭിന്നമാണ്. എത്രയോ ഭിന്നമാണെന്ന് പറഞ്ഞാൽ, ഇംഗ്ലീഷിൽ ഗോഡ് എന്ന് പറഞ്ഞാൽ ഗോഡ്സ് എന്ന് ബഹുവചനം പറയാം, ഗോഡസ് എന്ന് നിങ്ങൾക്കതിന് സ്ത്രീലിംഗ പദപ്രയോഗം പറയാം. ഉറുദുവിൽ ഖുദാ എന്ന് പറഞ്ഞാൽ അതിന് ഖുദായേം എന്ന് ബഹുവചന രൂപമുണ്ട്. മലയാളത്തിൽ ദൈവം എന്ന് പറഞ്ഞാൽ ദൈവങ്ങൾ എന്ന് ബഹുവചന രൂപമുണ്ട്. എന്നാൽ അല്ലാഹ് എന്ന പദപ്രയോഗത്തിന് അതിന് ബഹുവചന രൂപമില്ല, ഏകവചന രൂപം മാത്രമാണ് അതിനുള്ളത്. അതിന് സ്ത്രീലിംഗമില്ല, പുല്ലിംഗമില്ല. അത് എല്ലാ അർത്ഥത്തിലും അല്ലാഹു അഹദ്, അല്ലാഹു എന്ന പദപ്രയോഗം പോലും അഹദ്, അത് ഏകത്വത്തിനെ കുറിക്കുന്നതാണ്. അതിനപ്പുറം വിശുദ്ധ ഖുർആനെ കുറിച്ച് പഠിച്ച, അറബി ഭാഷയെ കുറിച്ച് ആധികാരികമായി പഠിച്ച ഒരാളുടെ പോലും പിന്തുണ നിങ്ങളുടെ ദുരാരോപണങ്ങൾക്ക് നിങ്ങൾക്ക് ഉന്നയിക്കാൻ സാധിച്ചിട്ടില്ല, സാധിക്കുകയുമില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇനി അദ്ദേഹത്തിന്റെ ഒരു ഭയങ്കര സംഭവം, ഒരു വാദമുണ്ട്. അള്ളാഹുവും യഹോവയും ഒന്നാണോ? കഴിഞ്ഞ 2009 നവംബർ 1 എറണാകുളത്തെ ടൗൺ ഹാളിൽ തൗറാത്തിന്റെ ഇഞ്ചിന്റെ സബൂറിനൊക്കെ വെളിച്ചത്ത് ചർച്ച ചെയ്ത വിഷയം എം അക്ബറിന് മറുപടി എന്ന രീതിയിൽ സംഘടിപ്പിക്കപ്പെട്ട പരിപാടി. ആ പരിപാടിയിൽ വെച്ചിട്ട് അദ്ദേഹം അള്ളാഹുവും യഹോവയും ഒന്നല്ല എന്ന് ഭയങ്കര പ്രയാസപ്പെട്ട് സ്ഥാപിക്കുന്നു. നമുക്ക് വാദമുണ്ട്. ക്രിസ്ത്യാനികൾ ഇന്ന് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ത്രിയേകത്വ ദൈവത്തിന്റെ പങ്കാളിയായ യഹോവയാണ് വിശുദ്ധ ഖുർആനിലെ അള്ളാഹു എന്ന് മുസ്ലിമീങ്ങൾക്ക് വാദമില്ല. ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന പഴയ നിയമത്തിലെ ഇസ്രയേൽ എന്ന് പറയുന്ന പ്രവാചകനോട് പൊരുതി തോറ്റുപോയ യഹോവയാണ് മുസ്ലിമീങ്ങളുടെ അള്ളാഹു എന്ന് ഞങ്ങൾക്ക് വാദമില്ല. ദൈവം സ്വന്തം പുത്രനെ ഉണ്ടാക്കിയെന്നും ആ പുത്രനെ കുരിശിൽ വെച്ച് കാൽവരിയിലെ കുരിശിൽ വെച്ച് തറച്ചു കൊന്നു എന്നും വിശ്വസിക്കുന്നുവെങ്കിൽ അത്തരമൊരു യഹോവയായ ദൈവത്തിനെ മുസ്ലിമീങ്ങൾ അംഗീകരിക്കുന്നില്ല. രൂപഭാവങ്ങളുള്ള കയ്യും കാലുകളുള്ള, നടക്കുകയും ഇരിക്കുകയും ചെയ്യുന്ന, തന്റെ അടിമകളെക്കുറിച്ച്, സൃഷ്ടികളെക്കുറിച്ച് വ്യക്തമായ ധാരണ പോലുമില്ലാത്ത, ഉൽപ്പത്തി പുസ്തകത്തിൽ ആദാമിന്റെ പഴം തന്ന സംഭവത്തെ കുറിച്ച് പരാമർശിക്കുന്നിടത്ത് വായിക്കണം.
അങ്ങനെ ഒരു യഹോവയെ കുറിച്ച് അത് മുസ്ലിമുകൾ അല്ലാഹുവാണ് എന്ന് ഞങ്ങൾക്ക് വാദമില്ല. അപ്പൊ പിന്നെ എന്തിനാണ് ഫാദർ ഇമ്മ ഈ ചർച്ച ചെയ്തത്? എം മക്ബൂർ അങ്ങനെ വാദിച്ചിട്ടാണോ? അല്ല. പിന്നെ എന്താ? വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത്, ഖുൽ യാ അഹ്ലൽ കിതാബി തആലൂ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനകും അല്ലാ നഅ്ബുദ ഇല്ലല്ലാഹ്. അല്ലാഹു അല്ലാതെ വേറൊരു ദൈവത്തെയും ആരാധിക്കരുത് എന്ന് പറയുന്ന, അല്ലാഹു അല്ലാതെ മറ്റൊരാൾക്കും നമ്മുടെ ഇബാദത്തിന് നമ്മൾ വകവെച്ചു കൊടുക്കരുത് എന്ന നമുക്കിടയിൽ സുസമ്മതമായ ആശയത്തിലേക്ക് കിതാബിന്റെ അഖിലുകാരെ നിങ്ങളും വരൂ എന്ന് വിശുദ്ധ ഖുർആനിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ക്ഷണിക്കുവാൻ നിർദ്ദേശിക്കുന്നുണ്ട്. ഈ നിർദ്ദേശത്തെ എടുത്തു വെച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, അപ്പൊ അങ്ങനെ നിങ്ങളും ഞങ്ങളുടെയും ഇടയിൽ സുസമ്മതമായ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന ആശയമുണ്ടെങ്കിൽ ആ അള്ളാഹു എന്ന് പറയുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്ന യഹോവയും ഒന്നാണ് എന്ന് നിങ്ങൾക്ക് വിശ്വാസമുള്ളത് കൊണ്ടല്ലേ എന്ന് അദ്ദേഹം ചോദിക്കുന്നത്. അതങ്ങനെ തന്നെയായിരുന്നില്ലേ വന്യരായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിശ്വാസം? അദ്ദേഹം പ്രബോധനം ചെയ്തിരുന്ന വിശ്വാസം എന്താണ്? വിശുദ്ധ ഖുർആൻ അദ്ദേഹത്തെ ഉദ്ധരിക്കുന്നുണ്ട്, എന്നെയും എന്റെ മാതാവിനെയും അടക്കം ആരാധിച്ചുകൊള്ളണം എന്ന് ഞാൻ അവരോട് പറഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നത്, മാ ഖുൽതു ലഹും ഇല്ലാ മാ അമർതനി ബി അൻ യഅ്ബുദുല്ലാഹ റബ്ബീ വറബ്ബക്കും. അല്ലാഹുവേ, അങ്ങ് എന്നോട് കൽപ്പിച്ചതല്ലാതെ ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല. ഞാൻ എന്താണ് അവരോട് പറഞ്ഞത്? അൻ യഅ്ബുദുല്ലാഹ റബ്ബീ വറബ്ബക്കും. ഓ ഇസ്രായേൽ ജനമേ, നിങ്ങളുടെ രക്ഷിതാവും എന്റെ രക്ഷിതാവുമായ, നിങ്ങളുടെ കർത്താവും എന്റെ കർത്താവുമായ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്നാണ് ഞാൻ അവരോട് പ്രബോധനം ചെയ്തത്. അന്ത്യനാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണ ചെയ്യുന്ന ഘട്ടത്തിൽ ഈസാ മസീഹിനെ വിളിച്ച് അൻത ഖുൽത ലിന്നാസി അൻ ഇത്തഖിദൂനി വ ഉമ്മി ഇലാഹൈനി മിൻ ദൂനില്ലാ, അല്ലാഹു അല്ലാതെ എന്നെയും നിന്റെ മാതാവായ മറിയത്തെയും ദൈവമായി സ്വീകരിച്ചു കൊള്ളണമെന്ന് നീ അവരോട് പറഞ്ഞിരുന്നോ എന്ന് ചോദിക്കുന്ന ഘട്ടത്തിൽ ഞാനത് പറഞ്ഞിരുന്നില്ല എന്ന് വിശദീകരിച്ചുകൊണ്ട് യേശു ക്രിസ്തു പറയുന്ന സംഭവമാണിത്. ബൈബിളിൽ ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. ആ നാളിൽ, അന്ത്യനാളിൽ, മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിലെ 21 മുതൽ 23 വരെയുള്ള വചനങ്ങളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. യേശു ക്രിസ്തു പറയുന്നത്, എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവൻ ഏവനുമല്ല. കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളെ നിങ്ങൾ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിൻ എന്ന് തീർത്തു പറയുമെന്ന് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ 21 മുതൽ 23 വരെയുള്ള വചനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിക്കുന്നവൻ ഏവനുമല്ല എന്ന പദപ്രയോഗത്തിന് അറബിക് ബൈബിളിൽ കൊടുത്തത് എന്നെ യാ റബ്ബി യാ റബ്ബി എന്ന് എന്നെ വിളിക്കുന്നവൻ, എന്നെ റബ്ബേ റബ്ബേ എന്ന് വിളിച്ചു വരുന്നവനെന്ന്. അതാണ് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, മാ ഖുൽതു ലഹും ഇല്ലാ മാ അമർതനി ബി അൻ യഅ്ബുദുല്ലാഹ റബ്ബീ വറബ്ബക്കും. ഞാൻ നിങ്ങളുടെ റബ്ബല്ല, എന്റെയും നിങ്ങളുടെയും റബ്ബായ അല്ലാഹുവിനെ ആരാധിക്കൂ എന്നാണ് ഞാൻ അവരോട് പറഞ്ഞത് അല്ലാഹുവേ എന്ന് ഈസാ നബി പറയുന്നത്. ഈ വിശ്വാസം നമുക്കിടയിൽ, അതായത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രബോധനം ചെയ്ത നിങ്ങൾക്ക് തന്ന വിശ്വാസവും ഞങ്ങൾ ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിശ്വാസവും അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, ആ ആരാധനയിലേക്ക് നിങ്ങൾ വരൂ എന്നാണ് വിശുദ്ധ ഖുർആൻ ക്ഷണിച്ചത്. എന്നിട്ട് ഇതിനെ പരിഹസിക്കാൻ വേണ്ടി ജെറി തോമസ് ഭയങ്കര സംഭവമാക്കി പറഞ്ഞു. നേരത്തെ പ്രകാശിച്ച ക്ലിപ്പ് ഒന്നുകൂടി കാണാം. ഇത് തൗറത്തിലും ഇഞ്ചിലും ഒരുപോലെ പഠിപ്പിക്കുമ്പോൾ ഖുർആനിൽ എന്താണ് പ്രിയ സ്നേഹിതരെ? ഇസ്ലാമിന്റെ പ്രവാചകനായ മുഹമ്മദിന് യഹോവ എന്നുള്ള നാമം കേട്ടിട്ട് പോലും ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നില്ല. ഖുർആനിൽ ഒരു പ്രാവശ്യം പോലും യഹോവ എന്ന നാമം ഇല്ല. അത് ഖുർആനിൽ മാത്രമല്ല, ഹദീസുകളിലുമില്ല. പ്രിയ സ്നേഹിതരെ, ഏകസത്യ ദൈവത്തിന്റെ പ്രവാചകൻ എന്ന് പറഞ്ഞു വരുന്ന ഒരാൾക്ക് ഏകസത്യ ദൈവത്തിന്റെ പേരറിയത്തില്ലെങ്കിൽ അദ്ദേഹത്തെ ആരാണ് അയച്ചത്? അദ്ദേഹത്തെ അയച്ചത് പ്രവാചകനായ മോശെ അയച്ച ദൈവമല്ല. അദ്ദേഹത്തെ അയച്ചത് പ്രവാചകനായ ദാവീദിനെ അയച്ച ദൈവമല്ല. അയച്ചതായിരുന്നുവെങ്കിൽ കുറഞ്ഞ പക്ഷം പേരെങ്കിലും അറിയുമായിരുന്നു. കേട്ടില്ലേ?
ഖുർആനിൽ യഹോവ എന്ന പദപ്രയോഗം ഇല്ലാത്തത് കൊണ്ട്, ഏകസത്യ ദൈവമായ യഹോവയുടെ പേരില്ലാത്തത് കൊണ്ട് ആ പദപ്രയോഗം മുഹമ്മദ് നബി തങ്ങൾക്ക് അറിയില്ലായിരുന്നു. ആ പേര് പോലും അറിയാത്തില്ലെങ്കിൽ, ഏകസത്യ ദൈവത്തിന്റെ പേര് പോലും അറിയില്ലെങ്കിൽ പിന്നെ ഇതെങ്ങനെ ആ ദൈവത്തിന്റെ പ്രവാചകനായി ഞങ്ങൾ അംഗീകരിക്കുന്ന അദ്ദേഹത്തിന്റെ ചോദ്യം. ഞാൻ ചോദിക്കട്ടെ, യേശു ക്രിസ്തുവിന് യഹോവ എന്ന പേരറിയുമായിരുന്നോ? ജീവിതത്തിൽ ഒരിക്കലെങ്കിലും യേശു ക്രിസ്തു യഹോവ എന്ന് വിളിച്ചതായി നിങ്ങൾക്ക് ബൈബിളിലെ അദ്ദേഹത്തിന്റെ ഇഞ്ചിയിലായി നിങ്ങൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന 4 സുവിശേഷങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കാൻ സാധിക്കുമോ? അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ രചിച്ചു എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മത്തായിയും മാർക്കോസും ലൂക്കോസും യോഹന്നാനും എപ്പോഴെങ്കിലും യഹോവയായ ദൈവമേ എന്ന് അഭിസംബോധന ചെയ്തിട്ടുണ്ടോ? ബൈബിളിലെ യേശു ക്രിസ്തു അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്നുണ്ട്, സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിക്കുന്നുണ്ട്, ഏലി ഏലി എന്റെ ദൈവമേ എന്റെ ദൈവമേ എന്ന് വിളിക്കുന്നുണ്ട്, എലോഹി എലോഹി എന്റെ ദൈവമേ എന്ന് വിളിക്കുന്നുണ്ട്. അതിന്റെ അപ്പുറം അദ്ദേഹം പ്രയോഗിച്ചിരിക്കാനുള്ള സാധ്യത ശേഷിക്കുന്ന ഒരേ ഒരു പദമുണ്ടെങ്കിൽ അത് അല്ലാഹു എന്നാണ്. ഞാൻ എന്റെ അവകാശവാദം പറഞ്ഞതല്ല. ഈ അറബിക് ബൈബിൾ 1972 പുറത്തിറക്കിയ ന്യൂ അറബിക് ടെസ്റ്റമെന്റ്, ഇതിലെ മത്തായിയുടെയും മാർക്കോസിന്റെയും ലൂക്കോസിന്റെയും യോഹന്നാന്റെയും സുവിശേഷങ്ങളിൽ ഞാനൊരു ഓട്ടപ്രദക്ഷിണം നടത്തി. അപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ട വസ്തുതയുടെ അടിസ്ഥാനത്തിൽ തന്നെ പറഞ്ഞാൽ ഈ 4 സുവിശേഷങ്ങളിൽ മൊത്തം 262 തവണ അല്ലാഹു എന്ന് പ്രയോഗിച്ചു. ഒരൊറ്റ തവണ യഹോവ എന്നില്ല. ഒരൊറ്റ തവണ യഹോവ എന്നില്ല. ലൂക്കോസ് എന്ന് പറഞ്ഞാൽ നേരത്തെ നിങ്ങൾ കേട്ടതുപോലെ ക്രിസ്തുമതത്തിന് ക്രിസ്തുമതം എന്ന പേര് പോലും കൊടുത്ത പൗലോസിന്റെ സഹയാത്രികനായിരുന്നു. ആ ലൂക്കോസ് പോലും തന്റെ സുവിശേഷത്തിൽ 112 തവണ അല്ലാഹു എന്ന പദപ്രയോഗം നടത്തിയ അറബിക് ബൈബിളിലുണ്ട്. അറബിക് ബൈബിളിൽ ഏകസത്യ ദൈവത്തിന്റെ പേര് കൊടുത്തിരിക്കുന്നത് അല്ലാഹു എന്നാണ്. അറബിയിൽ ഏകസത്യ ദൈവത്തിന്റെ പേര് അല്ലാഹു എന്നാണ്. ഉദാഹരിക്കാൻ ഞാൻ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിൽ 9-ാമത്തെ വചനം, അന്നി അഖൂലു ലക്കും ഇന്നല്ലാഹ ഖാദിറുൻ അൻ യുഖീമ മിൻ ഹാദിഹിൽ ലിജാറത്തി ഔലാദൽ ഇബ്രാഹിം. കാരണം ഞാൻ നിങ്ങളോട് പറയുന്നു, അല്ലാഹു അബ്രഹാമിന് ഈ കല്ലുകളിൽ നിന്ന് സന്തതികളെ ഉത്ഭൂതമാക്കാൻ കഴിവുള്ളവനത്രേ. ഇന്നല്ലാഹ ഖാദിർ. മാർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിലെ 33-ാം വചനം, ലഅന്നല്ലാഹ വാഹിദുൻ വലൈസ ആഖിറുൻ സിവാ. അല്ലാഹു ഏകനാകുന്നു, അവനല്ലാതെ യാതൊരാളുമില്ല. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിലെ 21-ാം വചനം, മൻ യഖ്ദിറു അൻ യഗ്ഫിറ ഖതായ ഇല്ലല്ലാഹു വഹ്ദഹ. അല്ലാഹു ഒരുവനല്ലാതെ വേറെ ആർക്കാണ് ദോഷങ്ങൾ പൊറുക്കാൻ സാധിക്കുക? യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 24-ാം വചനം, ലിഅന്നഹു അല്ലദീ അർസലഹു യതകല്ലമു ബികലാമില്ലാഹ്. അല്ലാഹുവിന്റെ വചനങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന, വചനങ്ങൾ കൊണ്ട് സംസാരിക്കുന്ന ആ റസൂലിനെ അയച്ചവനാണ് അല്ലാഹു. ഇവിടെയൊക്കെ അല്ലാഹു അല്ലാഹു അല്ലാഹ് എന്ന പദപ്രയോഗമാണ് കാണുന്നത്. അതാണ് ഏകസത്യമായ ദൈവത്തിന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള പേര്. അതാണ് വിശുദ്ധ ഇഞ്ചീലിൽ പറഞ്ഞിട്ടുള്ള പേര്. അതിനപ്പുറം ബൈബിളിലെ പഴയ നിയമത്തിൽ യഹോവ എന്ന പേരുണ്ടെന്നല്ലാതെ ബൈബിൾ പുതിയ നിയമത്തിലെ 4 സുവിശേഷങ്ങളിലും നിങ്ങൾക്ക് യഹോവ എന്ന പേര് കാണാൻ കഴിയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂസുഫ് 2-ാം അധ്യായത്തിൽ പറഞ്ഞു, ഇന്നാ അൻസൽനാഹു ഖുർആനൻ അറബിയ്യൻ ലഅല്ലകും തഅഖിലൂൻ. അറബി ഭാഷയിലാണ് വിശുദ്ധ ഖുർആൻ അവതീർണമായിട്ടുള്ളത്. യഹോവ എന്ന അല്ലെങ്കിൽ യാഹ്വേ എന്ന അല്ലെങ്കിൽ എന്താണ് വായിക്കേണ്ടതെന്ന് ഇപ്പോഴും ക്രിസ്തീയ പണ്ഡിതന്മാർക്ക് പോലും തീർച്ചയില്ലാത്ത ആ ഒരു പദം, അത് ഹീബ്രു മൂലമാണ്. അത് അറബി ഭാഷയിൽ ഇറങ്ങിയ ഖുർആനിൽ തപ്പിയാൽ ജെറി തോമസിന് കാണാൻ കഴിയില്ല. അത് ഏകസത്യമായ ദൈവത്തിന്റെ പേരാണോ എന്നത് നിങ്ങൾ കുറെ കാലം കൂടി ചർച്ച ചെയ്ത് തീരുമാനിക്കുക എന്ന് മാത്രമാണ് എനിക്ക് ആ വിഷയത്തിൽ പറയാനുള്ളത്. അതിലേറെ രസകരം, ബൈബിളിലെ യോഹന്നാന്റെ സുവിശേഷത്തിലെ 1-ാമത്തെ വചനം, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് പറഞ്ഞ യോഹന്നാൻ 1:1. ആ വചനം ഫിൽ ബദീ കാനൽ കലിമ വൽ കലിമത്തു കാന ഇൻദല്ലാഹി വ കാനൽ കലിമത്തു അല്ലാഹ എന്നാണ് അറബി ബൈബിളിൽ കൊടുത്തിട്ടുള്ളത്. ഇത്
യോഹന്നാന്റെ 1-ാം അധ്യായത്തിലെ 1 മുതൽ 20 വരെയുള്ള വചനങ്ങൾ പ്രാരംഭത്തിൽ പ്രാർത്ഥന വിശുദ്ധ ഖുർആന്റെ രൂപത്തിൽ പ്രാർത്ഥനാ രൂപത്തിൽ ചൊല്ലിക്കൊണ്ടാണ് എറണാകുളത്ത് വെച്ച് ടൗൺ ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ ജെറി തോമസിന്റെയും അതുപോലെ ജോൺസൺ തേക്കറിന്റെയും പ്രസംഗം ആരംഭിക്കുന്നതിന് മുമ്പ് UP-യിൽ നിന്ന് അവർ അവതരിപ്പിച്ച അബ്ദുൽ കലീം എന്ന് പറയുന്ന ഒരു സഹോദരൻ അറബിക് ബൈബിൾ വിശുദ്ധ ഖുർആനിന്റെ അതേ ശൈലിയിൽ പാരായണം ചെയ്തുകൊണ്ട് ആരംഭിച്ച സദസ്സാണ്. ആ സദസ്സിൽ അദ്ദേഹം അല്ലാഹു എന്ന് 3 തവണ പ്രയോഗിച്ചിട്ടുണ്ട്. ഇങ്ങനെ അനേകം ആരോപണങ്ങളുടെ ഒരു നുലാമാനം ഉദ്ധരിക്കാനുണ്ട്. അള്ളാഹുവിനെ കുറിച്ച്, വിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആനെ കുറിച്ച്, മുസ്ലിമീങ്ങൾക്ക് കിതാബുകളിലുള്ള വിശ്വാസത്തെ കുറിച്ച് പറഞ്ഞ ഭാഗങ്ങൾ മാത്രമാണ് ഞാൻ ഇതുവരെ പരാമർശിച്ചത്. ഗുരുതരമായ 1-2 ആരോപണങ്ങൾ സാധാരണഗതിയിൽ പാവപ്പെട്ട സാധാരണക്കാരായ മുസ്ലിം സഹോദരങ്ങൾ തെറ്റിദ്ധരിച്ചു പോകാനുള്ള ചില സാധ്യതകളുള്ള ചില ആരോപണങ്ങൾ മാത്രം പരാമർശിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഒന്നാമതായി, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പ്രവാചകത്വത്തെ ഇവർ സാധാരണയായി നിഷേധിക്കാറുള്ളത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഹാഗാർ എന്ന് പറയുന്ന ഒരു വെള്ളാട്ടിയിലുണ്ടായ പുത്രനാണ് എന്നും ഏകജാത പുത്രനായി ഇസ്മയേലിനെ അംഗീകരിക്കാൻ പറ്റില്ല എന്നുമാണ് അവരുടെ പ്രചരണം. വാഗ്ദത്ത പ്രവാചകൻ വരുന്നത് യസ്ഹാക്കിന്റെ പരമ്പരയിലാണെന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി അവർ നിരന്തരം ആ വാദവുമായി മുന്നോട്ട് പോകാറുണ്ട്. അതിന് പിന്തുണ കിട്ടാൻ ചില ചെപ്പടി വിദ്യകളൊക്കെ ചിലപ്പോഴൊക്കെ അവർ പ്രയോഗിക്കാറുണ്ട്. അങ്ങനെയാണ് ഇടയ്ക്കലെ വെച്ച് MM അക്ബർ സാഹിബിനോട്, അദ്ദേഹം ഖുർആൻ ഹാഫിളൊന്നല്ല, ഖുർആൻ ഹാഫിളല്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് അറബി ഭാഷയിൽ പോലും പരിജ്ഞാനം ഇല്ല എന്ന് അദ്ദേഹത്തിന്റെ തന്നെ അള്ളാഹുവിനെ അറിയുക എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ആമുഖത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അറബി ഭാഷയിൽ പോലും അറിവില്ലാത്ത, വിശുദ്ധ ഖുർആനെ കുറിച്ച് അഗാധമായ ഹിഫ്ളോ മനപ്പാടമോ ഇല്ലാത്ത MM അക്ബർ സാഹിബിനോട് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയിട്ട് അവർ ഒരു ചോദ്യം ചോദിച്ചു, ഇസ്മായിൽ നബി ഇബ്രാഹിം നബിയുടെ പുത്രനാണ് എന്ന് വിശുദ്ധ ഖുർആൻ കൊണ്ട് തെളിയിക്കാമോ? ഫാദർ പറയുന്നത് നിങ്ങൾ കേൾക്കാം. ഇടക്കര നടന്ന ഒരു സംഭവത്തിൽ MM അക്ബർ സാഹിബിനോട് ചോദിച്ചു, ഖുറാനികമായിട്ട് ഖുറാന്റെ വെളിച്ചത്തിൽ ഉരുണ്ടും പരണ്ടുള്ള മറുപടിയൊന്നും വേണ്ട, യെസ് ഓർ നോ എന്നുള്ള ഉത്തരം മാത്രമേ തരാവൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചോദ്യകർത്താവ്, ഒരു ക്രൈസ്തവൻ ചോദിച്ചു, ഇബ്രാഹിം നബിയുടെ മകനാണ് ഇസ്മായിൽ എന്നുള്ളത് ഖുറാനികമായിട്ട് തെളിയിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒറ്റ മറുപടിയെ പറഞ്ഞുള്ളൂ, പറ്റുകയില്ല, പറ്റൂല. മനസ്സിലായില്ല നിങ്ങൾക്ക്? ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് മനസ്സിലായത്. അതായത് ഖുറാനിന്റെ അടിസ്ഥാനത്തിൽ ഇബ്രാഹിം നബിയുടെ പുത്രനാണ് ഇസ്മായേൽ എന്ന് തെളിയിക്കാൻ പറ്റുമോ എന്ന് നമ്മുടെ ഒരു ക്രൈസ്തവ സ്നേഹിതൻ ചോദിച്ചപ്പോൾ MM അക്ബർ സാഹിബ് സ്റ്റേജിൽ നിന്നുകൊണ്ട് പറഞ്ഞ ഒരൊറ്റ വാചകം, പറ്റുകയില്ല എന്നുള്ള. CDM അക്ബർ സാഹിബ് മറുപടി പറഞ്ഞു, പറ്റുകയില്ല, പറ്റുകയില്ല. അദ്ദേഹം അതല്ലാതെ എന്ത് പറയും? കാരണം അദ്ദേഹം ഖുർആൻ ഹാഫിളൊന്നല്ല. ഖുർആൻ ഹാഫിള് അല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെ ഉത്തരം അറിയാനേ കഴിയൂ, അദ്ദേഹത്തിന് തെളിയിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഇല്ല എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു പോകരുത്. ഫാദർമാരുടെ കുപ്രചരണങ്ങളിൽ നമ്മൾ വീണു പോകരുത്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഇബ്രാഹിമിന്റെ 39-ാമത്തെ വചനം വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനുള്ള തന്റെ പ്രാർത്ഥനയിൽ, അൽഹംദുലില്ലാഹില്ലദീ വഹബ ലി അലൽ കിബരി ഇസ്മാഈല വ ഇസ്ഹാഖ ഇന്ന റബ്ബീ ലസമീഉദ് ദുആ. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന് തന്നെ സർവസ്തുതിയും. അല്ലദീ വഹബ ലി അലൽ കിബർ, ഈ പ്രായാധിക്യ സമയത്ത്, ഈ പ്രായം ചെന്ന സമയത്ത് ഇസ്മാഈല വ ഇസ്ഹാഖ, ഇസ്മായിലിനെയും ഇസ്ഹാഖിനെയും എനിക്ക് പുത്രന്മാരായി തന്ന അല്ലാഹുവിന് തന്നെ സർവസ്തുതിയും. ഇന്ന റബ്ബീ ലസമീഉദ് ദുആ, തീർച്ചയായും എന്റെ രക്ഷിതാവ് അവൻ പ്രാർത്ഥന കേൾക്കുന്നവനാകുന്നു, അവൻ ധാരാളമായി പ്രാർത്ഥനയെ സ്വീകരിക്കുന്നവനാകുന്നു. വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി സൂറത്ത് ഇബ്രാഹിമിൽ പരാമർശിച്ചിട്ടുണ്ട്. പിന്നെ അവർ ഈ ക്ലിപ്പ് ഇങ്ങനെ ഇടുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, അത് സാധാരണക്കാരനായ വിശുദ്ധ ഖുർആനെ കുറിച്ച് അഗാധമായ ജ്ഞാനമില്ലാത്ത മുസ്ലിമീങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി.
വേറെ നികൃഷ്ടമായ ഒരു ആരോപണം അവരുന്നയിച്ചത് അഭിമന്യരായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെയും മറിയം ബീബിയെയും ചേർത്ത് വെച്ചുകൊണ്ട് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എങ്ങനെ ഉണ്ടായി എന്നതിന്റെ മുസ്ലിങ്ങളുടെ വിശ്വാസം അദ്ദേഹം പരിചയപ്പെടുത്തുന്നത് കേൾക്കാൻ നമുക്ക്. അപ്പം സൂറ അൽ ജിന്നിൽ പറയുകയാണ്, ഇനി ഞങ്ങൾ നാഥനിൽ മറ്റാരെയും പങ്കുചേർക്കയില്ല. നാഥന്റെ അവസ്ഥ അത്യുന്നതവും അതിമഹത്വരമാകുന്നു. അവൻ ആരെയും സഹധർമ്മിണിയായോ സന്താനമായോ ആക്കിയിട്ടില്ല. അപ്പൊ പിന്നെ ഇതുവരെ ക്രിസ്ത്യാനികൾ പറഞ്ഞ തെറ്റല്ലേ? അങ്ങനെ സഹധർമ്മിണിയാകാതെ കുട്ടി ഉണ്ടാവുമോ? അപ്പൊ ന്യായമായ ഒരു ചോദ്യം നിങ്ങൾ ചോദിച്ചേക്കാം. എന്താ ചോദിക്കുന്നത്? അപ്പൊ ഈശ മറിയമിന്റെ മകനാണെന്ന് പറഞ്ഞു. അപ്പൊ ഈശയുടെ പിതാവാരാണ്? അതിന് ഞങ്ങളുടെ വ്യാഖ്യാന ഗ്രന്ഥത്തിലെ, ഖുറാനിൽ ഞങ്ങളുടെ വ്യാഖ്യാന ഗ്രന്ഥത്തിൽ ഞങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് ജിബ്രീൽ എന്ന് പറയുന്നത് മലക്കാണ്. ആ മലക്ക് പരിശുദ്ധാത്മാവായിട്ടാണ് വന്നിട്ട് മറിയമിനെ പിടിച്ചിട്ട് ഉണ്ടായ കുട്ടിയാണ്. വ്യാഖ്യാനാണ്. എങ്ങനെയുണ്ട് നിങ്ങളൊന്ന് പറഞ്ഞാണി. അവിടം വരെ എത്തിയിരിക്കണം. യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങൾക്ക് ഇങ്ങനെ ഒരു വാദമുണ്ടാകും. വളരെ മ്ലേച്ഛകരമായ രീതിയിൽ നിങ്ങൾ ദൈവമായി വിശ്വസിക്കുന്ന, ദൈവപുത്രനായി വിശ്വസിക്കുന്ന, ത്രിയേകത്വത്തിലെ ഒരു ആളത്വമായി അംഗീകരിക്കുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ച്, അദ്ദേഹത്തിന്റെ മാതാവായ മറിയയെ കുറിച്ചുമാണ് നിങ്ങൾ പറഞ്ഞു വെച്ചത്. ആ മാതാവ് ഗബ്രിയേൽ മാലാഖയുമായി അല്ലെങ്കിൽ പരിശുദ്ധാത്മാവുമായി അപഹാസ്യമായ ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നത് വ്യംഗ്യമായി സൂചിപ്പിക്കുന്ന പദപ്രയോഗങ്ങൾ, അതിനനുസരിച്ചുള്ള ആംഗ്യങ്ങൾ, അംഗവിക്ഷേപങ്ങൾ യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിലോ അദ്ദേഹം പറഞ്ഞ് നമ്മളെ തഫ്സീറുകളിലൊക്കെ അങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഏത് തഫ്സീറിലാണ് അങ്ങനെയുള്ളത്? വിശുദ്ധ ഖുർആനിന്റെ ഏതെങ്കിലും ഒരു ആയത്ത് കൊണ്ടോ ഏതെങ്കിലും ഒരു മുഫസ്സിറിന്റെ ഉദ്ധരണി കൊണ്ടോ നിങ്ങൾക്ക് സ്ഥാപിക്കാൻ കഴിയുമോ? വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഫഅർസൽനാ ഇലൈഹാ റൂഹനാ, പരിശുദ്ധാത്മാവായ മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ നാം മറിയം ബീവി അലൈഹിസ്സലാമിലേക്ക് അയച്ചു. ഫതമസ്സല ലഹാ ബശറൻ സവിയ, അങ്ങനെ തികഞ്ഞ മനുഷ്യരൂപത്തിൽ മറിയം ബീവിയുടെ അടുക്കൽ ജിബ്രീൽ എന്ന് പറയുന്ന മാലാഖ മലക്ക് പ്രത്യക്ഷനായി. അപ്പോ മറിയം ബീവി പറഞ്ഞു, ഇന്നി അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുൻത തഖിയ്യാ, നീ അല്ലാഹുവിനെ വിശ്വസിക്കുന്നുവെങ്കിൽ, അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവനാണെങ്കിൽ, ആ കാരുണികനായ അല്ലാഹുവിനോട് നിന്നെ തൊട്ട് ഞാൻ കാവലിനെ തേടുന്നു. അപ്പോ ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് പ്രതികരിക്കുന്നത് ഖാല ഇന്നമാ അന റസൂലു റബ്ബിക ലിഅഹബ ലകി ഗുലാമൻ സക്കിയ, ഞാൻ നിന്നെ ഉപദ്രവിക്കാനൊന്നുമല്ല. ഇന്നമാ അന റസൂലു റബ്ബിക ലിഅഹബ ലകി ഗുലാമൻ സക്കിയ, പരിശുദ്ധനായ ഒരു കുഞ്ഞിനെ നിനക്ക് നൽകുവാൻ വേണ്ടി, ഓശാരമായി ദാനമായി നൽകുവാൻ വേണ്ടി നിന്റെ റബ്ബ്, നിന്റെ രക്ഷിതാവ് നിയോഗിച്ച ദൂതനാണ് ഞാൻ. അപ്പോ മറിയം ബീവിക്ക് ഒരു സംശയം. മറിയം ബീവി ചോദിച്ചു, കാലത്ത് അന്നാ യകൂനു ലി ഗുലാമുൻ വലം യംസസ്നി ബശറുൻ വലം അകു ബഗിയ, വിഹിതമായ ബന്ധത്തിലൂടെ, ശരീഅത്ത് അംഗീകരിക്കുന്ന ഒരു ബന്ധത്തിലൂടെ, നിക്കാഹ് ബന്ധത്തിലൂടെ ഒരു ബഷറും എന്നെ തൊട്ടിട്ടില്ല, ഒരു പുരുഷനും എന്നെ സ്പർശിച്ചിട്ടേയില്ല. വലം അക്കു ബഗിയ, അവിഹിതമായ വേഴ്ചയിൽ ഏർപ്പെടുന്ന ഒരു തേവിടിശിയുമല്ല ഞാൻ. പിന്നെ എങ്ങനെ അന്നായക്കൂനലി ഗുലാം, എങ്ങനെയാണ് എനിക്ക് കുട്ടി ഉണ്ടാവുക? അപ്പോ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മറുപടി ഖാല കദാലിക്, അങ്ങനെ സംഭവിക്കുക തന്നെ ചെയ്യും, നിങ്ങൾക്ക് ഒരു മോൻ ഉണ്ടാവുക തന്നെ ചെയ്യും. ഖാല റബ്ബുകി ഹുവ അലയ്യ ഹയ്യിനുൻ, പിതാവില്ലാതെ മാതാവില്ലാതെ ആദമിനെ സൃഷ്ടിച്ച അല്ലാഹു, നിന്റെ രക്ഷിതാവ്, അവൻ പറഞ്ഞിരിക്കുന്നു ഹുവ അലയ്യ ഹയ്യിനുൻ, ഒരു പിതാവില്ലാതെ മറിയത്തിന് ഈസ എന്ന് പറയുന്ന ഒരു കുഞ്ഞ് ജനിപ്പിക്കുക എന്ന് പറഞ്ഞത് എനിക്ക് വളരെ നിസ്സാരമായ കാര്യമാണ്. വലിനജഅലഹു ആയത്തൻ ലിന്നാസ്, ബനു ഇസ്രായേലിയർക്കാർക്ക് അല്ലെങ്കിൽ ലോകത്തിലുള്ള മുഴുവൻ ആളുകൾക്ക്, രണ്ട് തഫ്സീറുമുണ്ട്, ലോക ജനങ്ങൾക്ക് മുഴുവൻ ദൃഷ്ടാന്തമായി തീരാൻ വേണ്ടി, വറഹ്മതൻ മിന്നാ, അല്ലാഹുവിന്റെ പക്കൽ നിന്നുള്ള അനുഗ്രഹമായിട്ടും, അങ്ങനെ വകാന അംറൻ മഖ്ദിയ, ആ കാര്യം സംഭവിക്കുക തന്നെ ചെയ്യും. അങ്ങനെ ഇതാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്നുണ്ടായ സംഭാഷണം. അതിന്റെ അപ്പുറം ഒരു സ്പർശിക്കലോ മറ്റെന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടില്ല. ഫഹമലതുഹു, ഈ സംഭാഷണം, ആ സംഭാഷണത്തിന് ശേഷം മറിയം ഗർഭവതിയായി എന്നാണ് വിശുദ്ധ ഖുർആൻ പരാമർശിച്ചത്.
നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ വല്ലാതെ ഇഷ്ടമുള്ള സാധനമായി ഇബ്നു കസീർ. ആ ഇബ്നു കസീറിൽ പോലും അതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഫഖാല ലഹൽ മലക്കു മുജീബൻ ലഹാ അമ്മാ സഅലത്, മറിയ ചോദിച്ചതിന് പ്രത്യുത്തരമായി കൊണ്ട് മാലാക പറഞ്ഞു, ഇന്നല്ലാഹ ഖദ് ഖാൽ, അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നു, ഇന്നഹു സയൂജദു മിൻകി ഗുലാമൻ, തീർച്ചയായും നിന്നിൽ നിന്നൊരു കുട്ടി ഉണ്ടാവുക തന്നെ ചെയ്യും. വഇൻ ലം യകുൻ ലക ബഅലുൻ, നിനക്ക് വിഹിത മാർഗത്തിലുള്ള ഒരു ഭർത്താവില്ല എങ്കിലും ശരി. വലാ തൂജദു മിൻകി ഫാഹിഷത്തുൻ, നിന്റെ അടുക്കൽ നിന്ന് ഒരു അവിഹിതമായ വീഴ്ച ഉണ്ടായിട്ടില്ല എങ്കിലും ശരി. ഫഇന്നഹു അലാ മാ യശാഉ ഖാദിർ, തീർച്ചയായും അല്ലാഹു അതിന് കഴിവുള്ളവനാകുന്നു. ഇതാണ് ഇബ്നു കസീർ രേഖപ്പെടുത്തിയത്. ഇതിന്റെ അപ്പുറം, ഈ ഒരു ആശയത്തിന്റെ അപ്പുറം വിശുദ്ധ ഖുർആനിലോ ഏതെങ്കിലും ഒരു മുഫസ്സിറിന്റെ ഗ്രന്ഥത്തിലോ ഒരു ഉദ്ധരണി പോലും എടുത്തുദ്ധരിക്കാതെ മറിയം ബീവിയും ജിബ്രീൽ അലൈഹിസ്സലാമും പരസ്പരം എന്തോ ചില അവിഹിത വീഴ്ചകൾ ഉണ്ടായി എന്ന രീതിയിൽ, അപഹാസ്യമായ രീതിയിൽ, നികൃഷ്ടമായ രീതിയിൽ തങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലുള്ള വൃത്തികേട് വിളിച്ചു പറയുക. ഞങ്ങൾക്കറിയാം മാർപ്പാപ്പ ഇപ്പൊ എന്തിനാണ് പലതവണ മാപ്പ് ചോദിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. എന്തിനാണ് മാർപ്പാപ്പ കുമ്പസരിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാം. അത് സ്റ്റേജിൽ കയറി വിളിച്ചു വേണ്ട ആവശ്യമൊന്നുമില്ല. ബുദ്ധിയുള്ള ജനങ്ങൾ, നിരന്തരം എല്ലാ ദിവസവും പത്രം വായിക്കുന്ന ആളുകൾ, അവർക്കതറിയാം. അവിഹിതമായ ലൈംഗിക വീഴ്ചകളിൽ അന്യ സ്ത്രീകളുമായും പിഞ്ചു ബാലന്മാരുമായും അവിഹിതമായ ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ പൗരോഹിത്യത്തിന് വേണ്ടി മാർപ്പാപ്പ, ഒരു തെറ്റും കുറ്റവും ഇല്ലാത്ത മാർപ്പാപ്പ ഇപ്പോ മാപ്പ് ചോദിച്ച് നടക്കുക ലോക മനസാക്ഷിക്ക് മുമ്പിൽ. എന്നിട്ട് ഇവരാണ് യാതൊരു പിന്തുണയും ഇല്ലാതെ വിശുദ്ധ ഖുർആനെയും മുസ്ലിങ്ങളുടെ വിശ്വാസത്തെയും ചോദ്യം ചെയ്ത് നടക്കുന്നത്. അത് പോരാഞ്ഞിട്ട് വിശുദ്ധ ഖുർആൻ ആക്ഷേപിച്ചു, മുസ്ലിമീങ്ങളുടെ അള്ളാഹുവിനെ അധിക്ഷേപിച്ചു. അതും കഴിഞ്ഞ് മുസ്ലിമീങ്ങളെ ആദരിക്കുന്ന വ്യക്തിത്വങ്ങൾ അധിക്ഷേപിച്ചു. അതും തീർന്നിട്ട് വിശുദ്ധ ഇസ്ലാം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് തന്നെ ഒരു ചട്ടമ്പി പ്രസ്ഥാനമായിട്ടാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. ജെറി തോമസിന്റെ പ്രസംഗം കേൾക്കാൻ നിങ്ങൾക്ക്. ആ ദൈവം കൃപാലുവാണ്, അവൻ കാരുണ്യവാനാണ്, അവൻ നീതിമാനാണ്. പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും ദൈവം സുദീർഘമായ ഒരു കാലഘട്ടം അനുവദിച്ച ശേഷമാണ് ന്യായവിധി നടത്തുന്നത്. എന്നാൽ ഖുറാനിൽ അതെങ്ങനെയാണ്? അള്ളാഹു പരമകാരുണ്യവാനാണെന്നൊക്കെയാണ് നാം കേൾക്കാറുള്ളത്. എന്നാൽ ഖുറാനിൽ അതെങ്ങനെയാണ്? ഖുറാനിൽ ഘട്ടം ഘട്ടമായിട്ടാണ് അള്ളാഹു തന്റെ കൽപ്പന പുറപ്പെടുവിച്ചത്. ഒന്നാം ഘട്ടം, മുസ്ലിങ്ങൾ ആദ്യകാലത്ത് മുസ്ലിങ്ങൾ ഇസ്ലാം തുടങ്ങിയ സമയത്ത്, മുഹമ്മദ് നബിയുടെ സമയത്ത് ഇസ്ലാം തുടങ്ങിയ സമയത്ത് മുസ്ലിങ്ങൾ അംഗസംഖ്യയിൽ ചുരുങ്ങിയവരായിരുന്നപ്പോൾ അള്ളാഹു പറഞ്ഞു, സൂര 43 88 മുതൽ 89 വരെ, അവിശ്വാസികളോട് ക്ഷമിക്കുക, സമാധാനം എന്ന് പറയുക. ഇത് ഘട്ടം 1. അതേപോലെ 109 1 മുതൽ 6 വരെ, നിനക്ക് നിന്റെ മതം, എനിക്ക് എന്റെ മതം, സമാധാനത്തിന്റെ വാക്കുകളാണ്. 256 മതത്തിൽ യാതൊരു നിർബന്ധവുമില്ല. ഒന്നാം ഘട്ടമാണിത്. ഒന്നാം ഘട്ടത്തിൽ അവതരിപ്പിച്ചിരിക്കുന്ന വചനങ്ങളാണ്. ഒന്നാം ഘട്ടത്തിൽ എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങൾ ജനസംഖ്യയിൽ വിരളമായിരിക്കുമ്പോൾ, ന്യൂനപക്ഷമായിരിക്കുമ്പോൾ അവരോട് പറയുകയാണ് നിങ്ങൾ സമാധാനം എന്ന് പറയുക. 2, അവർ കുറച്ചുകൂടി ശക്തിയാർജിച്ചു. അള്ളയുടെ ഘട്ടം 2, അള്ളാഹുവിന്റെ ഘട്ടം 2. മുസ്ലിങ്ങൾ സ്വയരക്ഷയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാനായുള്ള അംഗസംഖ്യ അവർക്കായപ്പോൾ അള്ളാഹു പറയുകയാണ്, സൂര 2 190 മുതൽ 194, സ്വയരക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ യുദ്ധം ചെയ്യുന്നത് തെറ്റില്ല. നേരത്തെ നാം കേട്ടു, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എന്റെ മതം, മതത്തിൽ നിർബന്ധമില്ല, സമാധാനമെന്ന് അവരോട് പറയുക. 2ാം ഘട്ടം, മുസ്ലിങ്ങൾ അംഗസംഖ്യയിൽ ഒന്ന് വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ അള്ളാഹു വചനവും മാറ്റി. 3ാം ഘട്ടം, 3ാം ഘട്ടത്തിൽ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായപ്പോൾ അള്ളാഹുവിന്റെ കൽപ്പനയും മാറി. അള്ളാഹുവിന്റെ കൽപ്പന എന്താണ്? അവിശ്വാസികളെ നിങ്ങൾ എവിടെയെല്ലാം കാണുന്നുവോ, സൂര 9 1 മുതൽ 6 വരെ, അവിശ്വാസികളെ നിങ്ങൾ എവിടെയെല്ലാം കാണുന്നുവോ അവിടെയെല്ലാം വെച്ച് അങ്ങ് കൊന്നുകളയുക. ഇതിനകത്ത് എന്തെങ്കിലും കാരുണ്യമുണ്ടോ? ഇത് വെറും രാഷ്ട്രീയമല്ലേ?
വളരെ ന്യൂനപക്ഷമായിരിക്കുമ്പോൾ സമാധാനം എന്ന് പറയുക, കുറച്ചുകൂടെ ശക്തിയാർജിക്കുമ്പോൾ യുദ്ധം ചെയ്യുവാൻ വേണ്ടി തയ്യാറാകുക, ഭൂരിപക്ഷമാകുമ്പോൾ കീഴ്പ്പെടുത്തി ഭരിക്കുക. ഇതിനകത്ത് എന്ത് കാരുണ്യമാണുള്ളത്? 23 വർഷത്തിനിടയിലാണ് അള്ളാഹു ഈ 3 കാര്യങ്ങളും പറഞ്ഞത്. പഴയ നിയമത്തിൽ 400 വർഷം അനുവദിച്ച ദൈവം, പുതിയ നിയമത്തിൽ 2000 വർഷങ്ങളെങ്കിലും ഇതിനോട് അനുവദിച്ച ദൈവം, അവൻ പരമകാരുണ്യവാനാണ്. 23 വർഷത്തിനിടയിൽ 3 രീതിയിലുള്ള കൽപ്പനകൾ അംഗസംഖ്യയുടെ അടിസ്ഥാനത്തിൽ കൊടുത്ത അള്ളാഹു, അവൻ പരമകാരുണ്യവാനാന്ന് പറയാൻ ഞങ്ങൾക്ക് സ്വല്പം ബുദ്ധിമുട്ടുണ്ട് പ്രിയ സ്നേഹിതരെ. ഇങ്ങനെ 3 ഘട്ടങ്ങൾ എടുത്തു പറയുകയാണെങ്കിൽ, 23 വർഷത്തിനിടയ്ക്ക് വിശുദ്ധ ഖുർആനിൽ വന്ന 3 ഘട്ടങ്ങൾ നിങ്ങൾ എടുത്തു പറയുകയാണെങ്കിൽ, അതിന്റെ പശ്ചാത്തലം ഒന്ന് പഠിക്കാൻ സന്നദ്ധമാകണമെന്ന് കൂടി എനിക്ക് പറയാനുണ്ട്. വന്യരായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രബോധനവുമായി മക്കയിലേക്ക് വന്നപ്പോ അവിടുത്തെ അനുയായികളെയും അവിടുത്തെയും ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന വിധത്തിൽ പലതരത്തിൽ ആക്രമിച്ചു. അവിടുന്ന് നടന്നു പോകുമ്പോ കള്ളനെന്നും ഭ്രാന്തനെന്നും ശ്രീലമ്പടനെന്നും വിളിച്ചുകൂവി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജ്യോത്സ്യനെന്നും മാരണവിദ്യക്കാരനെന്നും തെരുവിൽ വിട്ട് അധിക്ഷേപിച്ചു. അവിടുന്ന് കടന്നു പോകുമ്പോ കല്ലെടുത്തെറിഞ്ഞു. വഴിയിൽ കുപ്പിച്ചില്ലും ചപ്പുചവറുകളും വിതറി. അവിടുന്ന് നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചീഞ്ഞഴിഞ്ഞ ഒട്ടകക്കുടൽമാല ശിരസിൽ കൊണ്ടുവന്ന് ചാർത്തി. ഇങ്ങനെയെല്ലാം അതിനിഷ്ഠൂരമായ പീഡനങ്ങൾക്ക് വിധേയമായപ്പോഴും ക്ഷമിക്കാനും സഹിക്കാനും മാത്രം ആഹ്വാനം ചെയ്ത അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി തന്റെ അനുയായികൾക്ക് നിഷ്ഠൂരമായ പീഡനമേറ്റപ്പോ യാസിർ സുമയ്യ ദമ്പതികൾ നമ്മൾ കേട്ടിട്ടുണ്ട്, ഇസ്ലാമിലെ ഒന്നാമത്തെ രക്തസാക്ഷികൾ. ആ ദമ്പതികൾ സുമയ്യ ബീവിക്ക് ചുട്ടുപഴിപ്പിച്ച ഇരുമ്പ് ദണ്ട് ആ പുണ്യവതിയുടെ ഗുഹ്യസ്ഥാനത്തിലൂടെ തറച്ചു കയറ്റിക്കൊണ്ടാണ് ആ മഹദിയെ കൊന്നത്. ഈ രീതിയിൽ വളരെ നിഷ്ഠൂരമായ രീതിയിൽ പെരുമാറിയപ്പോഴും ശാന്തമായി എല്ലാം ക്ഷമിക്കാനും സഹിക്കാനുമാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ ഉപദേശിച്ചത്. ഒടുവിൽ ഗത്യന്തരമില്ലാതെ സ്വന്തം നാടും വീടും കൂട്ടും കുടുംബവും വിട്ട് 400 മൈലുകൾക്കപ്പുറത്തേക്ക് പലായനം ചെയ്യേണ്ടി വന്നപ്പോഴും സൗമ്യത പാലിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശിഷ്യഗണങ്ങളെ ഓർമ്മപ്പെടുത്തിയത്. ഒടുവിൽ അപ്പുറത്ത് 400 മൈലുകൾക്കപ്പുറത്ത് അഭയം തേടിച്ചെന്ന നാട്ടിൽ പോലും തങ്ങൾക്ക് നിൽക്കക്കല്ലില്ലാത്തൊരവസ്ഥ വന്നപ്പോ അവിടെയുണ്ടായിരുന്ന പ്രവാചക ശത്രുക്കളെ കൂട്ടുപിടിച്ച് തിരുനബിയെയും സമുദായത്തെയും ഒറ്റപ്പെടുത്തി ആക്രമിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായപ്പോ പ്രതിരോധിക്കാനുള്ള സമ്മതം വിശുദ്ധ ഖുർആൻ നൽകിയുണ്ടായി. അതാണ് ജെറി തോമസ് പറഞ്ഞ 2ാമത്തെ ഘട്ടം. അവിടെയും വിശുദ്ധ ഇസ്ലാം യുദ്ധത്തിൽ പാലിക്കേണ്ട നിയമ പാലനങ്ങളെ കുറിച്ച് സ്ത്രീകൾക്കെതിരെ, കുട്ടികൾക്കെതിരെ, മറ്റ് ജീവജാലങ്ങൾക്കെതിരെ, പ്രകൃതിയിലെ സസ്യങ്ങൾക്കും വൃക്ഷങ്ങൾക്കുമെതിരെ നിങ്ങളുടെ വാളും കരങ്ങളും നീളരുത് എന്ന് കൃത്യമായ ശാസന നൽകിക്കൊണ്ടാണ് പ്രവാചകർ തിരുമേനി തന്റെ ശിഷ്യന്മാരെ പ്രതിരോധത്തിന് നിയോഗിച്ചത്. ഒടുവിൽ ഖാതുലുൽ മുശ്രികൂന കാഫത്തൻ എന്ന പദപ്രയോഗം വന്നു. മുശ്രിക്കുകളെ എവിടെ വെച്ച് കണ്ടാൽ നിങ്ങൾ ശരിയാക്കി കളയുക എന്ന് അദ്ദേഹം പ്രയോഗിച്ചു. മുശ്രിക്കുകളെ ഒന്നാകെ നിങ്ങൾ വധിച്ചു കളയണമെന്ന പദപ്രയോഗം ഉദ്ധരിക്കുമ്പോ അതിന്റെ ബാക്കി കൂടി ഉദ്ധരിക്കണം. കമായുക്കാത്തിലൂനക്കും കാഫ, നിങ്ങളെയും അതിനിഷ്ഠൂരമായി പൂർണ്ണമായി അവർ കൊന്നു കളയുമ്പോ, നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോ, നിങ്ങളുടെ കുടുംബങ്ങൾക്ക് നിങ്ങളെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോ നിങ്ങൾ പ്രതികരിച്ചു കൊള്ളുക എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അത് വിശുദ്ധ ഖുർആന് മുസ്ലിമീങ്ങൾക്ക് ഭൂരിപക്ഷം വന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു അടക്കി വാഴ്ചയുടെ, തേർവാഴ്ചയുടെ, അധിനിവേശത്തിന്റെ ചരിത്രമല്ല. അങ്ങനെയായിരുന്നെങ്കിൽ ഹിജ്റ 8ാം വർഷം മക്കയിലുള്ള സകല പ്രമാണിമാരും തന്നെ കല്ലെറിഞ്ഞൊടിച്ച, തന്റെ കുടുംബത്തെ ആട്ടിയൊടിച്ച, തന്റെ ശിഷ്യന്മാരെ അതിനിഷ്ഠൂരമായി പീഡിപ്പിക്കുകയും കൊല ചെയ്യുകയും ചെയ്ത ആ ഒരു സമുദായത്തിന്റെ മേൽ വിജിഗീഷുവായി പ്രവാചക തിരുമേനി തിരിച്ചു വന്ന ചരിത്ര മുഹൂർത്തം. ആ മുഹൂർത്തത്തിൽ തന്റെ ശത്രുക്കൾ മുഴുവൻ തന്റെ മുമ്പിൽ നമ്മരശിരസ്കരായി നിൽക്കുമ്പോ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി വന്നെന്നറിയുമോ? അവിടുന്ന് പറഞ്ഞത്, ലാ തസ്രീബ അലൈക്കുമുൽ യൗം അൻതുമുത് തുലഖാ, നിങ്ങൾ എല്ലാവരും വിമോചിതരാണ്, നിങ്ങൾക്കെതിരെ പ്രതികാര നടപടികളില്ല, നിങ്ങൾ പോയിക്കൊള്ളൂ എന്നാണ്. എന്ത് ജെറി തോമസ് 4ാമത്തെ ഘട്ടമായിട്ട് ഉദ്ധരിക്കാഞ്ഞത്?
നിലനിൽപ്പിന് വേണ്ടി, പ്രതിരോധത്തിന് വേണ്ടി 3 ഘട്ടങ്ങളിൽ 2 ഘട്ടങ്ങളായി വിശുദ്ധ ഖുർആൻ പ്രതിരോധത്തിന് സമ്മതം കൊടുത്തതിനെ ഉദ്ധരിച്ചുകൊണ്ട് ഇസ്ലാം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണെന്ന്, ഒരു ചട്ടം പീഡകളുടെ പ്രസ്ഥാനമാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോ വെറും 23 വർഷം കൊണ്ടാണ് അള്ളാഹു ഈ അനുമതി കൊടുത്തതെന്ന് പറയുമ്പോ വെറും 3 വർഷത്തിനുള്ളിൽ യേശു എന്തൊക്കെ പറഞ്ഞ് ഞങ്ങൾക്കറിയാം. യേശു ക്രിസ്തു എന്താ ആദ്യം പറഞ്ഞത്? നിന്റെ ഒരു കരണത്തെ അടിച്ചവന് മറ്റേ കരണം കാണിച്ചു കൊടുക്കണം. ബൈബിൾ എനിക്ക് ഉദ്ധരിക്കാൻ അറിയാം. ബൈബിളിൽ യേശു ക്രിസ്തു പറഞ്ഞു, മത്തായിയുടെ സുവിശേഷം, നിന്റെ ഒരു കരണത്തെ അടിച്ചാൽ മറ്റേ കരണം കാണിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞ് കുറച്ചു കഴിഞ്ഞപ്പോ യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ നിങ്ങൾക്കിടയിൽ സമാധാനം ഉണ്ടാക്കാൻ വന്നാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. യേശു ക്രിസ്തു വളരെ വ്യക്തമായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് സമാധാനം കൊണ്ടുവന്നു നിങ്ങൾ കരുതണ്ട. ഞാൻ ഭൂമിയിൽ സമാധാനം വന്നു എന്ന് നിരൂപിക്കരുത്. സമാധാനമല്ല, വാളത്രേ വരുത്തുവാൻ ഞാൻ വന്നത്. മനുഷ്യനെ തന്റെ അപ്പനോടും മകളെ അമ്മയോടും മരുമകളെ അമ്മാവിയമ്മയോടും ഭേദിപ്പാനത്രേ ഞാൻ വന്നത്. കണ്ടില്ലേ? സമാധാനമല്ല, വാളും കൊണ്ട് വീട്ടിലും കുടുംബത്തിലൊക്കെ ഛിദ്രതയുണ്ടാക്കാനും പ്രശ്നമുണ്ടാക്കാനുമാണ് ഞാൻ വന്നത് യേശു ക്രിസ്തു പറയാം. അത് കഴിഞ്ഞിട്ട് പിന്നെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഉള്ള ഡ്രസ്സ് വിട്ടിട്ടെങ്കിലും വാള് വാങ്ങി പൊരുതാൻ പറയുന്നുണ്ട്. വെറും 3 വർഷത്തിനുള്ളിലാണ് യേശു ക്രിസ്തു ഈ 3 ഘട്ടങ്ങൾ പറയാനുള്ളത്. കേട്ടോ നിങ്ങൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുട്ടുകൈയില്ലാത്തവൻ ചെറുവിരലില്ലാത്തവനെ കളിയാക്കരുതെന്ന് മാത്രം അതേക്കുറിച്ച് പറയുകയാണ്. ഇങ്ങനെ വിശുദ്ധ ഖുർആനെ കുറിച്ച്, വിശുദ്ധ പ്രവാചകന്മാരെ കുറിച്ചും ഒക്കെ ആക്ഷേപം പറഞ്ഞു കഴിഞ്ഞിട്ടും ആളുകൾ ഇസ്ലാമിലേക്ക് വരുന്നു എന്നുള്ള ഭീതിയാണ് അവർക്ക്. കാരണം നിഷ്പക്ഷമതിയായ ആളുകൾ ഇവരുടെ ആരോപണം കേൾക്കുമ്പോൾ സത്യത്തിൽ ഇസ്ലാം എന്താണെന്ന് പഠിക്കാൻ ഒരു താല്പര്യം ഉണ്ടാവുമല്ലോ. അങ്ങനെ അവർ ഇസ്ലാം എന്താണെന്ന് പഠിക്കാൻ ശ്രമിച്ചു. അങ്ങനെയാണ് പലരും ഇസ്ലാമിലേക്ക് വന്നത്. ഫാദർ ബെഞ്ചമിൻ ഗിൽദാനി, ഫാദർ ആന്റണി പെരേര, ഇങ്ങനെ തുടങ്ങിയ അനേകം ക്രിസ്ത്യൻ പുരോഹിതന്മാർ ഇവരുടെയൊക്കെ ആരോപണങ്ങൾ കേട്ടിട്ട് എന്താണ് ഇസ്ലാം എന്ന് പഠിക്കാൻ ശ്രമിച്ചിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നേരാ. അങ്ങനെ ഇവർ പല ആളുകളും ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു എന്ന് കണ്ടപ്പോ ഇവർക്ക് ആകെ ഹാലടങ്ങി. അങ്ങനെ ജോൺസൺ തേക്കറിൽ പറയുന്നത് കേട്ടോളൂ, ഇസ്ലാം ഒരു തീവ്രവാദി പ്രസ്ഥാനം, വിശുദ്ധ ഖുർആൻ വായിച്ചാലും തീവ്രവാദികളായി പോകും. നോക്കൂ നിങ്ങൾ. എന്നിട്ടും നമ്മുടെയൊക്കെ ആളുകള് യാതൊരു വകതരവുമില്ലാതെ ഇതിന്റെ പിന്നാലെ ഓടുന്നുണ്ടല്ലോ. ഒരു വർഗീസ് ഇവിടെ പിടിക്കപ്പെട്ടു, ഒരു ജോസഫ് അവൻ അവിടെ കൊല്ലപ്പെട്ടു കാശ്മീരിൽ. ആ ചെറുപ്പക്കാര് ക്രിസ്ത്യാനികളായിട്ട് ജീവിച്ചപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, തെമ്മാടിത്തരം കളിച്ചുകൊണ്ട് നടന്ന ആളുകൾ വിശുദ്ധ ബൈബിൾ വായിച്ചപ്പോൾ വിശുദ്ധന്മാരായി തീർന്നു, സെന്റ് അഗസ്റ്റിൻ അടക്കമുള്ള പലരും. എന്നാൽ നിരപരാധികളായിട്ടുള്ള യോസഫും വർഗീസും ആ മാർഗത്തിലേക്ക് പോയി ആ കിതാബ് വായിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഭീകരവാദികളായി തീർന്നു. ഞാൻ ചോദിക്കട്ടെ, ഇറാഖിലെയും അഫ്ഗാനിസ്ഥാനിലെയും ചെച്ചനിയയിലെയും ആയിരക്കണക്കിന് പാവപ്പെട്ട നിരപരാധികളായ പിഞ്ചോമന മക്കളുടെയും സ്ത്രീകളുടെയും പാവപ്പെട്ട അവശരായ രോഗികളായ വൃദ്ധജനങ്ങളുടെയും മേൽ ക്ലസ്റ്റർ ബോംബുകൾ അടക്കമുള്ള ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് അധിനിവേശം നടത്തിക്കൊണ്ടിരിക്കുന്ന, ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന, പൈശാചികമായ നരമേധത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ജോർജ് ഡബ്ല്യു ബുഷും ഒബാമയും ഒക്കെ വായിച്ചുകൊണ്ടിരിക്കുന്ന വേദഗ്രന്ഥം ഏതാണ്? ഏരിയൽ ഷാരോൺ വായിച്ചുകൊണ്ടിരിക്കുന്ന വേദഗ്രന്ഥം ഏതാണ്? നെതന്യാഹു വായിച്ചുകൊണ്ടിരിക്കുന്ന വേദഗ്രന്ഥം ഏതാണ്? ടോണി ബ്ലെയർ വായിച്ചുകൊണ്ടിരിക്കുന്ന വേദഗ്രന്ഥം ഏതാണ്? ഏത് സമുദായത്തിലും ആ മതസമൂഹം അംഗീകരിക്കുന്ന നിയമവട്ടങ്ങളെ അംഗീകരിക്കാതെ അതിനെ ലംഘിച്ചുകൊണ്ട് ജീവിക്കുന്ന അനേകം ആളുകളുണ്ടാകും. ആ മതത്തിന്റെ ആശയങ്ങൾ സ്വീകരിക്കാതെ അന്യമത സമൂഹങ്ങൾക്കെതിരെ വൃത്തികെട്ട രീതിയിൽ ആക്രമണങ്ങളുമായി ഇറങ്ങിത്തിരിക്കുന്നവരുണ്ടാകും. പക്ഷേ ആ മതത്തിന്റെ പേരിൽ, അവരുടെ വേദഗ്രന്ഥത്തിന്റെ പേരിൽ വെച്ച് കെട്ടരുത്. യൂറോപ്യൻ രാജ്യങ്ങളിൽ അനേകം വേശ്യകളുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളിൽ, ക്രിസ്ത്യൻ രാജ്യങ്ങളിൽ അനേകം മദ്യപാനികളുണ്ട്. അവിടെ സ്വന്തം മാതാപിതാക്കളെ വെടിവെച്ചു കൊല്ലുന്ന നിഷ്ഠൂര കൃത്യങ്ങൾ ചെയ്യുന്ന മക്കളുണ്ട്. അതൊക്കെയും ബൈബിളിന്റെ അധ്യാപനമാണ് എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് എത്രത്തോളം അസഹനീയമാകും. അതുകൊണ്ട് ഏത് മതത്തിലും ആ മതത്തിന്റെ ആശയങ്ങളെ സ്വീകരിക്കാതെ അതിന്റെ ആദർശങ്ങളെ പാലിക്കാതെ ജീവിക്കുന്ന ആളുകളുണ്ടാവാം. അത് പക്ഷേ ആ മതത്തെയോ ആ മതത്തിന്റെ വേദഗ്രന്ഥത്തെയോ ആക്ഷേപിക്കാനുള്ള ഒരു തുരുപ്പ് ചീട്ടായി ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് അത്രമാത്രമേ നിങ്ങളുടെ വേദഗ്രന്ഥത്തോടും പ്രതിബദ്ധതയുള്ളൂ എന്ന് മാത്രമാണ് എനിക്കതേ കുറിച്ച് പറയുവാനുള്ളത്. എല്ലാം കഴിഞ്ഞിട്ട് വർഗീസ് സാമുവലിന്റെ ഒരു ഭയങ്കര ഒരു സംഭവം. വർഗീസ് സാമുവൽ എന്ന് പറയുന്ന സഹോദരൻ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, എന്താ അറിയോ,
പാകപ്പാട് ലവ് ജിഹാദാണ്. മുസ്ലിങ്ങളൊക്കെ പ്രേമിച്ചാണ് മതം മാറ്റാൻ വരികയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര്, രക്ഷിതാക്കൾ കുട്ടികളെ സ്കൂൾക്ക് പറഞ്ഞേക്കുമ്പോൾ സൂക്ഷിക്കണം. അദ്ദേഹം പറയുന്നത് കേൾക്കാം. ആ ഒരു കാര്യത്തിൽ മറ്റൊരു കാര്യം, നമ്മുടെ ഈ സമൂഹത്തിൽ ഇപ്പോൾ പത്രവാർത്തകളിലൂടെയൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ് ലവ് ജിഹാദ് എന്ന് പറയുന്നുള്ള കാര്യം നമുക്കറിയാം. നമ്മൾ ആരും കണ്ടുപിടിച്ചതല്ല. പ്രേമത്തിലൂടെ പഠിക്കാൻ പോകുന്ന പെൺകുട്ടികളെ ആൺകുട്ടികളെയൊക്കെ വളഞ്ഞ വഴിയിലൂടെ സ്നേഹം നടിച്ച് അവർ ഇസ്ലാം മതത്തിൽ ചേർക്കുക, അങ്ങനെയുള്ള ഒരു പരിപാടി നടക്കുന്നുണ്ടെന്ന കാര്യം മനോരമ, കേരള കൗമുദി, കലാകൗമുദി ആദിയായ പത്രങ്ങൾ, മാസികകളിലൂടെയും വാരികളിലൂടെയൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മാതാപിതാക്കൾ ദയവായി നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ബോധവൽക്കരിച്ച് പഠനത്തിൽ വിടുക. പ്രേമിക്കുന്നതെല്ലാം ജീവിക്കാൻ വേണ്ടിയല്ല, കുരുക്കനാക്കാൻ വേണ്ടിയാണെന്നുള്ള കാര്യം നിങ്ങളെ ബോധ്യപ്പെടുത്തി നിങ്ങളുടെ മക്കളെ വിടണം എന്നൊരു അപേക്ഷയും കൂടെ ഞങ്ങൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ മുമ്പിൽ വെക്കും. നോക്കൂ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു വസ്തുത സത്യസന്ധമല്ലെന്നും അങ്ങനെ ഒന്നുമില്ല എന്നും കേരളത്തിന്റെ ആദരണീയനായ DGP കേരള ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്ത ഒരു വസ്തുതയാണ്. മാധ്യമങ്ങളുടെ സൃഷ്ടിയായിരുന്നുവെന്നും ഒരു സമുദായത്തെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാനുള്ള ചിലരുടെ ഗൂഢശ്രമമായിരുന്നു അതിന്റെ പിന്നിലെന്നും പൊതുസമൂഹത്തിന്റെ മുമ്പിൽ പകൽ വെളിച്ചം പോലെ സുതരാം വ്യക്തമായ ഒരു വസ്തുത എടുത്ത് ഉന്നയിച്ചുകൊണ്ട് മുസ്ലിങ്ങളെല്ലാവരും പ്രേമിച്ച മതം മാറ്റാൻ നടക്കുകയാണ് എന്നൊരു ആരോപണം ഉന്നയിക്കുക. മുസ്ലിമീങ്ങൾ ഏതെങ്കിലും ഒരു മുസ്ലിം സഹോദരൻ ഒരു അമുസ്ലിം സഹോദരിയെ ഇഷ്ടപ്പെടുകയും അവർ പ്രേമിച്ച് വിവാഹം കഴിക്കുകയും ചെയ്തിട്ടുണ്ടാവാം. ഇല്ല എന്ന് പറയാൻ ഞങ്ങളാളല്ല. പക്ഷെ അതൊരു മതപ്രബോധന തന്ത്രമായി, ആസൂത്രിതമായ ഒരു തന്ത്രമായി മുസ്ലിമീങ്ങൾ സ്വീകരിച്ചിരിക്കുമെന്ന ആരോപണം നിങ്ങൾ തിരുത്തേണ്ടതുണ്ട്. അങ്ങനെ മിഷനറി പ്രവർത്തനം നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്കറിയാം. ക്രൈസ്തവ പാതിരിമാർക്ക് ഇപ്പോ പ്രസവ വാർഡിന്റെ മുമ്പിൽ ക്യൂ നിൽക്കലാ പണി. ഞാൻ തമാശ പറഞ്ഞതല്ല, അങ്ങനെ ആക്ഷേപിക്കേണ്ട ആവശ്യം എനിക്കില്ല. ജോൺസൺ തേക്കടിൽ തന്നെ പറയുന്നത് നിങ്ങൾ കേൾക്കാം. ഒരു കുഞ്ഞ് ജനിച്ചു വീഴുമ്പം ആ കുഞ്ഞിന്റെ ചെവിയിലെ ഊതി കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. ലാഗിലാക ഇല്ലല്ല മുഹമ്മദ് റസൂലുള്ള എന്ന് പറഞ്ഞു. ഞാൻ ഈ അങ്കിയൊക്കെ ഇട്ടുകൊണ്ട് പലപ്പോഴും നടക്കാറില്ല, പൊതുവേദികളിൽ മാത്രമേ പ്രത്യക്ഷപ്പെടാറുള്ളൂ. അപ്പം അങ്കിയില്ലാതെ ഏതെങ്കിലും ആശുപത്രിയിൽ പോയി രോഗികളെ കാണാൻ ചെല്ലുമ്പോഴായിരിക്കും ഏതെങ്കിലും താത്ത പ്രസവിച്ച കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത്. മോലിയാരെ എന്നിട്ട് ചെവിക്കൊന്ന് ഓതി കൊടുത്താളി എന്ന് പറയും. അപ്പൊ നമ്മള് പറഞ്ഞ് ലാഗിലാക ഇല്ലല്ല, നമ്മൾ പറയാ യേശുക്രിസ്തു മാത്രമാണ് രക്ഷയ്ക്കുള്ള ഏകമാർഗം, യേശുക്രിസ്തുവിൽ കൂടെ നീ നിത്യജീവനെ പ്രാപിച്ചു കൊള്ളുക കുട്ടി എന്ന് പറഞ്ഞ് നമ്മൾ അവിടുന്ന് പോരുകയും ചെയ്യും. ഇത്രയ്ക്ക് വൃത്തിഹീനമായ മതപ്രബോധനം, മിഷണറി പ്രവർത്തനം, മുസ്ലിയാരുടെ വേഷം കെട്ടി പ്രസവ വാർഡിന്റെ മുമ്പിൽ ഉമ്മമാര് കുട്ടികളെയും എടുത്തു വരുന്നത് കാത്തു നിന്നിട്ട് ആ ഉമ്മമാര് ആ കുട്ടിയുടെ വലത് ചെവിയിൽ ബാങ്കും ഇടത് ചെവിയിൽ ഇക്കാമത്തും കൊടുക്കാൻ വേണ്ടി ഇയാളുടെ കയ്യിൽ വെച്ച് കൊടുക്കുന്ന ഈ കുട്ടിയുടെ ചെവി അടുത്ത് പിടിച്ചുകൊണ്ട് യേശുക്രിസ്തു മാത്രമാണ് രക്ഷയ്ക്കുള്ള ഏകമാർഗം, യേശുക്രിസ്തുവിലൂടെ നിത്യജീവനെ പ്രാപിച്ചുകൊള്ളുക കുട്ടി എന്ന് ചെവിയിൽ മന്ത്രിച്ചു കൊടുക്കുക. ആ ഉമ്മയെ അറിയാതെ ആ ഉമ്മയെ വഞ്ചിക്കുക. ഇത്രയ്ക്ക് വൃത്തികെട്ട ഹീനമായ മിഷണറി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുമ്പോ എന്നിട്ട് അത് നിങ്ങൾ കേട്ടിരിക്കും, അത് പറയുമ്പോ സദസ്സ് കൈയടിച്ച് സ്വീകരിക്കുന്നു. ഈ രീതിയിലുള്ള വൃത്തികെട്ട മിഷണറി പ്രവർത്തനങ്ങൾ എനിക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, നമ്മുടെ ഈ പരിസരത്തൊക്കെ ക്രൈസ്തവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഹോസ്പിറ്റലുകളുണ്ട്. ആ ഹോസ്പിറ്റലുകളിൽ അനേകം മുസ്ലിം സഹോദരിമാരുടെ പ്രസവത്തിന് വേണ്ടി നമ്മൾ കൊണ്ടുപോകാറുണ്ട്. ആ സഹോദരിമാർ പ്രസവിച്ച് പ്രസവ മുറിയുടെ ഉള്ളിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നതിന് മുമ്പ് അവിടെ വെള്ള വസ്ത്രം ധരിച്ച ശുഭ്രവസ്ത്രധാരികളായ ശുദ്ധ മനസ്കരെന്ന് പുറത്തേക്ക് തോന്നിക്കുന്ന ക്രൈസ്തവ മിഷണറി സംഘത്തിലെ അംഗങ്ങളുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. തൊട്ടടുത്ത ക്രൈസ്തവ ഹോസ്പിറ്റലുകളിലൊക്കെ കൊണ്ടുപോകുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഇത് ഓർമ്മിച്ചിരിക്കണം. ഇതെന്റെ കേവലം ഒരു ആരോപണമല്ല. അവരുടെ ഒരു ഫാദർ സ്റ്റേജ് കെട്ടി പ്രസംഗിച്ചതാണിത് ആയിരക്കണക്കിന് അംഗങ്ങളുള്ള ഒരു സദസ്സിന്റെ മുമ്പിൽ. അതുകൊണ്ട് എനിക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തുവാനുള്ളത്, നമ്മുടെ ഈ മേഖലയിൽ വിശുദ്ധ ഇസ്ലാമിനെ അധിക്ഷേപാർഹമായി ചിത്രീകരിച്ചുകൊണ്ട്, വിശുദ്ധ ഖുർആനിനെ തെറ്റാണെന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട്, വിശുദ്ധ ഖുർആൻ തെറ്റാണെന്ന് സ്ഥാപിക്കാൻ തങ്ങളുടെ വശം പൂർവ്വവേദങ്ങൾ കൈവശമുണ്ടെന്ന് അവകാശപ്പെട്ടുകൊണ്ട്
നമ്മുടെ വീടുകളിൽ കയറി വരികയും നമ്മുടെ വീടുകളിൽ നോട്ടീസും പുസ്തകങ്ങളും തരികയും CD വിതരണം ചെയ്യുകയും ചെയ്യുമ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ രീതിയിൽ ആരോപണങ്ങളുമായി കടന്നു വരുമ്പോ ഈ രീതിയിൽ കടന്നു വരുന്ന ഓരോ മിഷനറി പ്രവർത്തകനെയും ചോദ്യം ചോദിച്ച് ഉത്തരം മുട്ടിക്കാനുള്ള ഒരു തന്റെ ഇടം നമ്മൾ കാണിക്കണം. നമ്മൾ പഠിക്കണം, അവരുടെ ആശയങ്ങൾ എന്തെന്ന് മനസ്സിലാക്കണം, പ്രതികരിക്കണം. പ്രതികരിക്കില്ല എന്ന് അവർ മനസ്സിലാക്കിയത് കൊണ്ടാണ് അവർ നമുക്കിടയിൽ ഇത്രയ്ക്ക് ഹീനമായ മതപ്രബോധന പ്രവർത്തനങ്ങളുമായി വരുന്നത്. എനിക്കെന്റെ പ്രിയപ്പെട്ട ക്രൈസ്തവ സഹോദരങ്ങളോട്, ഈ നാട്ടിലുള്ള എന്റെ അയൽവാസികളായ ഒരുപാട് ക്രൈസ്തവ സഹോദരങ്ങളുണ്ട്, ഒരിക്കൽ പോലും ഞങ്ങളോട് ശണ്ടയ്ക്ക് വന്നിട്ടില്ലാത്ത, സ്നേഹത്തോടെ, സൗഹാർദ്ദത്തോടെ, ശാന്തിയോടെ, സമാധാനത്തോടെ, ഐക്യത്തോടു കൂടി ഞങ്ങളോട് കഴിയുന്ന, പരസ്പരം അയൽവാസികൾ എന്ന രീതിയിൽ ബഹുമാനിക്കുകയും അയൽവാസികൾ എന്ന രീതിയിൽ സാധനങ്ങളും മറ്റും കൈമാറുകയും, പലപ്പോഴും എനിക്ക് ക്രിസ്തുമതം പഠിക്കാനുള്ള ബൈബിൾ പോലും എന്റെ അയൽവാസികളായ സുഹൃത്തുക്കളാണ് തന്നത് എന്ന് ഞാൻ സന്തോഷത്തോടെ സ്നേഹത്തോടെ ഓർമ്മിക്കുകയാണ്. അങ്ങനെ സൗഹാർദ്ദത്തോടു കൂടി കഴിയുന്ന ക്രൈസ്തവ സഹോദരങ്ങളുണ്ട്. നിങ്ങളോട് ഞങ്ങൾക്ക് യാതൊരു വിദ്വേഷവുമില്ല, നിങ്ങളോട് ഞങ്ങൾക്ക് ഒരു എതിർപ്പുമില്ല. ഈ രീതിയിൽ സ്റ്റേജ് കിട്ടി ഞങ്ങൾ മറുപടി പറയേണ്ടി വന്നത് നിങ്ങളിലെ ചില പുരോഹിതന്മാർ വസ്തുതാ വിരുദ്ധമായ രീതിയിൽ വിശുദ്ധ ഖുർആനിനെയും മുസ്ലിമീങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങളെയും സമീപിക്കുകയും MM അക്ബറിന് മറുപടി എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ നിങ്ങൾക്ക് വേദനിച്ചിട്ടുണ്ടാകാം. ഞങ്ങൾ അതിന് ആളല്ല, പക്ഷേ അതിന് ഇസ്ലാമിനെ തന്നെ അടച്ചാക്ഷേപിക്കുകയും ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ സംസാരിച്ചപ്പോൾ ഞങ്ങൾക്ക് പ്രതികരിക്കേണ്ടി വന്നിട്ടുണ്ട്. അത് ഒരിക്കലും ഏതെങ്കിലും ഒരു സമുദായ അംഗത്തോടുള്ള, ക്രിസ്തുമതത്തിലെ ഏതെങ്കിലും ഒരു അംഗത്തോടുള്ള വിദ്വേഷമായിട്ടല്ല. വിശുദ്ധ ഖുർആനും പരിശുദ്ധ ഇസ്ലാമും ഉയർത്തി കാണിക്കുന്ന ആദർശം എന്താണ് എന്ന് നിങ്ങളുടെ മുന്നിൽ തുറന്നു പറയേണ്ട ബാധ്യത ഈ മതത്തിന്റെ പ്രബോധകരെന്ന നിലയിൽ ഞങ്ങൾക്കുണ്ട് എന്നതുകൊണ്ടാണ് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ എന്താണെന്ന് കണ്ടറിഞ്ഞ് പഠിച്ചനുഭവിച്ച് മനസ്സിലാക്കാനും ആഖിറം വിജയിക്കുവാനും പരലോകത്തെത്തുമ്പോൾ അല്ലാഹു സ്വർഗത്തിലേക്ക് പ്രവേശനം നൽകുന്ന അടിമകളിൽ ഉൾപ്പെടുവാനും ഭാഗ്യം നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.